2026 നമ്മളൊരു സൂം കണ്ടക്ട് ചെയ്തിട്ട് നമ്മളെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും നമ്മൾ അവതരിപ്പിക്കുന്നത് ശരിയല്ല. അതുകൊണ്ട് ഇത് കേസ് സംബന്ധമായ അപ്ഡേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിലവിൽ നമുക്ക് കേസ് സംബന്ധമായിട്ട് കുറച്ച് കാര്യങ്ങൾ പബ്ലിക്കിലേക്ക് അറിയാനുണ്ട്. അവിടെ നമ്മൾ പോസിറ്റീവായ കാര്യങ്ങൾ, നമ്മളെപ്പോഴും പോസിറ്റീവായ കാര്യങ്ങൾ മാത്രമാണ് സംഭവിക്കുക എന്ന് പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഓരോ നിമിഷവും നമ്മൾ ഹൈറിച്ച് ഫാമിലി മുന്നോട്ട് പോകുന്നത്. കൂടെ തന്നെ നിലവിൽ ഒരുപാട് തെറ്റിദ്ധാരണകൾ നമ്മളിടയിൽ പടർന്ന് പന്തലിച്ച് നിൽക്കുകയാണ്. തെറ്റിദ്ധരിച്ചു എന്നതിനേക്കാൾ വലിയ പ്രശ്നമാണ് തെറ്റിദ്ധരിക്കപ്പെട്ടു എന്നതാണ്. യഥാർത്ഥത്തിൽ SCRS ചെയ്ത പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്നും അത് ഏത് രീതിയിലാണ് തെറ്റിദ്ധരിക്കപ്പെട്ടു എന്നത് കാര്യങ്ങൾ വിശദമായിട്ട് നമ്മൾക്ക് കുറഞ്ഞ സമയത്തുകൊണ്ട് സൊസൈറ്റിയുടെ പ്രസിഡന്റും സെക്രട്ടറിയും നിങ്ങളുടെ മുന്നിൽ വിശദമായിട്ട് അത് ക്ലിയറൻസ് ചെയ്തു തരും. നിങ്ങൾ ഓർക്കേണ്ടത്, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ സൊസൈറ്റി രൂപീകരിച്ചത്. കുറച്ച് ലീഡേഴ്സിന് രക്ഷപ്പെടാനോ. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സുഹൃത്തിന്റെ ഒരു കമന്റ് കണ്ടു ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ. അതായത് കോടികൾ ഉണ്ടാക്കിയ ലീഡർമാർ വീണ്ടും കോടികൾ ഉണ്ടാക്കാൻ 200 രൂപ തോതിൽ കോടികൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു സൊസൈറ്റി രൂപീകരിച്ചു വന്നു. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിനോട് എല്ലാ ഭക്തിയോട് കൂടി, വളരെ സ്നേഹത്തോടു കൂടി, അതോടുകൂടി അയാളെ റെസ്പെക്ട് ചെയ്തുകൊണ്ട്, ഭക്തിയും റെസ്പെക്റ്റോട് കൂടിയിട്ട് ഞാൻ പറയട്ടെ, പ്രിയ സുഹൃത്തെ, ഈ സൊസൈറ്റി പൊട്ടിമുളച്ചുണ്ടായതല്ല. ഇത് കേരള ഗവൺമെന്റ് രജിസ്ട്രേഷൻ ആക്ട് പ്രകാരം സൊസൈറ്റി രൂപീകരിച്ചതാണ്. ഇതിന് സത്യസന്ധമായിട്ടൊരു ബൈലോ ഉണ്ട്, അതിനൊരു സ്റ്റേറ്റ് കമ്മിറ്റി ഉണ്ട്. ആ കമ്മിറ്റി മിൻസ് രേഖപ്പെടുത്തുന്നുണ്ട്. ഇതിന്റെ ഫണ്ട് കറക്റ്റായിട്ട് അതിനെ കറക്റ്റ് കീപ്പ് ചെയ്യാൻ അതിന്റെ ശക്തനായ ഒരു ട്രഷറർ ഉണ്ട്. ആ സൊസൈറ്റിക്ക് സ്വന്തമായ ഒരു അഡ്വക്കേറ്റ് പാനലുണ്ട്. ആ സൊസൈറ്റിയിൽ ഇതേപോലത്തെ കുറെ കീടങ്ങൾ കംപ്ലൈന്റ് കൊടുത്തതിന്റെ ഭാഗമായിട്ട് കേരളത്തിലെ ഒട്ടുമിക്ക ജില്ലയിൽ നിന്നും പോലീസ് ഉദ്യോഗസ്ഥന്മാരിൽ നിന്നും ഞങ്ങൾക്ക് എൻക്വയറി വന്നിട്ടുണ്ട്. അവിടേക്ക് വ്യക്തമായിട്ടില്ല പ്രൂഫും അതിന് വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മളെ പ്രിയപ്പെട്ട പ്രസിഡന്റും സെക്രട്ടറിയും ഹാജരാക്കിയിട്ടാണ് ഈ ഒരു നിമിഷം വരെ ഞങ്ങൾ വളരെ ഈ മടിയിൽ കനമില്ലാത്തതിന് പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ, സത്യസന്ധമായിട്ട് നിങ്ങളോടൊക്കെ പ്രതികരിക്കാൻ വരുന്നത്. അതുകൊണ്ട് അങ്ങനത്തെ ഭീഷണിപ്പെടുത്തലും ടെസ്റ്റുകളൊന്നും ദയവ് വിചാരിച്ച് ഇനി മുതൽ എവിടെയും പോസ്റ്റ് ചെയ്യരുത്. കാരണം ഇത് ഈ 16 ലക്ഷം കമ്മ്യൂണിറ്റിക്ക് വേണ്ടി നിലനിൽക്കുന്നതാണ്. ആ കമ്മ്യൂണിറ്റിന്റെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഏതറ്റം വരെ പോകാൻ ഈ കമ്മ്യൂണിറ്റി തയ്യാറാണ്. SCRS തയ്യാറാണ്. കൂടെ തന്നെ നമ്മൾ ഒരുപാട് ആൾക്കാരെ ചാരിറ്റി പരമായിട്ട് ഒരുപാട് ആൾക്കാരെ സഹായിക്കുന്നുണ്ട്. അതൊന്നും എന്തേ നിങ്ങളൊന്നും അറിയാത്തത്? അതിനെക്കുറിച്ച് എന്തേ നിങ്ങളൊന്നും എവിടെയും സംസാരിക്കാത്തത്? ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മളെ ഒരു പ്രിയ സുഹൃത്തിന്റെ മോളെ കല്യാണം കമ്പനി ഇതേ കേസ് സംബന്ധമായിട്ട് പ്രശ്നങ്ങളായിട്ട് 1.5 വർഷത്തിലായി ഒരു കല്യാണം നീട്ടിവെച്ചപ്പോൾ ആ കല്യാണം ക്യാൻസൽ ആവുമെന്ന് കണ്ടപ്പം അതിൽ എന്താ വേണ്ട വെച്ചാൽ ചെയ്യാന്നുണ്ട്. സൊസൈറ്റിയിൽ അംഗങ്ങളെല്ലാവരും അവനവന് കഴിയുന്ന 10 രൂപ വില കൊടുത്ത ആൾക്കാരുണ്ട്. അങ്ങനെ 10ഉം 100ഉം 500ഉം 1000 കൊടുത്തുകൊണ്ട് അദ്ദേഹത്തിന് ഞങ്ങളെ കൊണ്ട് കഴിയുന്ന ഒരു ഫണ്ട് കൊടുത്തുകൊണ്ട് അതിൽ സഹായമായി. അങ്ങനെ ഒരുപാട് ആൾക്കാരെ ഞങ്ങൾക്ക് സഹായമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം അതെന്തേ നിങ്ങൾ ആരും ചർച്ച ചെയ്യാത്തത്? അല്ലാതെ ഈ രീതിയിൽ നെഗറ്റീവുകൾ പാസ് ചെയ്തുകൊണ്ട് ഈ SCRSനെ തകർക്കാൻ ആരെങ്കിലും മോഹിക്കുന്നുണ്ടെങ്കിൽ അത് വെറും വ്യാമോഹമാണ്. അപ്പം നമ്മൾ ചെയ്യേണ്ടത്, ചിന്തിക്കേണ്ടത്, ഈ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾക്ക് ഈ ജനലക്ഷങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? കോടികൾ ഉണ്ടാക്കിയ തലപ്പട്ടന്മാരല്ല ഇതിന്റെ മുൻപന്തിയിൽ എന്നും കൂടെ പറയാണ്. കോടികൾ ഉണ്ടാക്കണമെങ്കിൽ ഏകദേശം 50,000 മെമ്പർഷിപ്പ് വന്നാലാണ് 1 കോടിയാവുള്ളൂ. 99 ലക്ഷത്തിനും 1 കോടി എന്ന് പറയില്ല. അപ്പം അത്തരം രീതിയിലൂടെ സംസാരങ്ങളായിട്ട് മുന്നോട്ട് പോകരുത്. അതുകൊണ്ട് ഞാൻ ആമുഖമായിട്ടാണ് ഇത്ര കാര്യങ്ങൾ പറഞ്ഞത്. എൻ്റെ യഥാർത്ഥ ഡ്യൂട്ടി എന്ന് വെച്ചാൽ നമ്മളെ പ്രിയപ്പെട്ട ഞങ്ങൾ SCRSന്റെ പ്രിയപ്പെട്ട പ്രസിഡന്റിനും സെക്രട്ടറിക്കും നിങ്ങളോട് എന്താണ് പറയാനുള്ളത്? കുറച്ച് ദിവസങ്ങളിലായിട്ട് നിങ്ങളെ മുന്നിലേക്ക് എത്തുന്ന ടെക്സ്റ്റ് മെസ്സേജുകളും വോയിസുകളും കേസ് സംബന്ധമായ കൺഫ്യൂഷനും 100% ഞാൻ നിങ്ങളോട് ഗ്യാരണ്ടി പറയുന്നു. കമ്പനി മാനേജ്മെന്റ് വളരെ വ്യക്തമായിട്ട്, വളരെ വെൽ പ്ലാനോട് കൂടിയിട്ട് കേസ് സംബന്ധമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ചില കാര്യങ്ങൾ നമുക്ക് പബ്ലിക്കിലേക്ക് വിളിച്ചു പറയാൻ പറ്റാത്തതുകൊണ്ടാണ് ആ രീതിയിൽ ചില കാര്യങ്ങൾ അപ്ഡേഷൻ കിട്ടാത്തത്. വളരെ വ്യക്തമായിട്ട് കേസും കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് അതിന്റെ ലീഗൽ ടീമും. അതുകൊണ്ട് ആ രീതിയിൽ ടെൻഷൻ വേണ്ട. പക്ഷെ നമ്മളെ ഉള്ളിൽ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വീടാവുമ്പോൾ ശരിക്ക് ഒരു വീടാവും ചട്ടിയും കെട്ടിയൊക്കെ തട്ടിമുട്ടിയിരിക്കുന്ന പോലെ ഒരു വീട്ടിൽ പല പ്രശ്നങ്ങളുണ്ടെങ്കിലും അത് പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങി ചെല്ലേണ്ട അവസ്ഥ നമ്മൾ വരുത്തരുത്. അപ്പം ഇത്ര കൺഫ്യൂഷൻ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾക്ക് ക്ലാരിറ്റി തരിക, പിന്നെ കേസിന്റെ കുറച്ച് സ്റ്റാറ്റസ് നിങ്ങളിലേക്ക് എത്തിക്കുക. അതാണ്
ഇന്നത്തെ സൂം മീറ്റിംഗ് കൊണ്ട് നമ്മൾ ഉദ്ദേശ ലക്ഷ്യം. അതുകൊണ്ട് ഞാൻ ആദ്യം വിളിക്കുന്നത് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട, അതായത് ഈ ഒരു സൊസൈറ്റിക്ക് കിട്ടിയ ഏറ്റവും വലിയ അമൂല്യമായ ഒരു വ്യക്തിത്വമാണ് ഞങ്ങളുടെ ബിനീഷ് സാർ. അദ്ദേഹം ഇല്ലെങ്കിൽ ഇന്ന് നിങ്ങളൊക്കെ ഓരോ ആൾക്കാർ ഓരോ ഗ്രൂപ്പിൽ നിന്ന് കാര്യങ്ങൾ പറയണ്ടല്ലോ, ആ പാവം മനുഷ്യനാണ് നമ്മളെ പ്രതാപ് സാറിന് വേണ്ടി ഒരുപാട് ബെയിലിന് വേണ്ടിയിട്ട് ഹാജരായ ഒരു വ്യക്തിയാണ്. ഊണും ഉറക്കുമില്ലാതെ ഈ ഒരു കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് രാപ്പകൽ ഒരു വ്യത്യാസമില്ലാതെ ഒരു ബിസിനസ്സിലേക്കോ അദ്ദേഹം ഒരു ബിസിനസ്സിലേക്ക് പോലും കാലെടുത്ത് വെക്കാതെ ഒരു 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 പൊതുരംഗത്തിലും കാലത്ത് ഫുൾ ടൈം ഈ സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് കേസ് സംബന്ധമായിട്ട് ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഓടി നടക്കുന്ന ആ ഒരു വ്യക്തിത്വത്തെ നമ്മൾ വളരെ സ്നേഹത്തോടെ വളരെ ആദരവോടുകൂടെ എൻ്റെ പ്രിയപ്പെട്ട SCRSന്റെ പ്രിയപ്പെട്ട സ്റ്റേറ്റ് സെക്രട്ടറി ബിനീഷ് സാറിനെ വളരെ സ്നേഹത്തോടു കൂടി ഈ സൂം പ്ലാറ്റ്ഫോമിലേക്ക് ക്ഷണിക്കുന്നു. സാർ പ്ലീസ് വെൽക്കം. താങ്ക് യു സാറേ. കേൾക്കുന്നുണ്ടോ? യെസ് ക്ലിയർ. ഓക്കെ, ഒത്തിരി സന്തോഷം. കാരണം നമ്മളെ അനീസ വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്തു. ബഹുമാനപ്പെട്ട ഹൈറിച്ച് കമ്മ്യൂണിറ്റി റിവർ സൊസൈറ്റിയുടെ സംസ്ഥാന പ്രസിഡന്റ് ബാരി സാർ, ട്രഷറർ രാജൻ സാർ, വൈസ് പ്രസിഡന്റുമാരായിട്ടുള്ള മോളി മേഡം, മുസ്തഫ സാറ്, അതുപോലെയുള്ള സ്റ്റേറ്റ് ഭാരവാഹികളെ, സ്നേഹമുള്ള ഹൈറിച്ച് കുടുംബാംഗങ്ങളെ. കാരണം ഇതൊരു പബ്ലിക് സൂം മീറ്റിംഗ് ആണ്. അതുകൊണ്ട് എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ ഈ ഒരു കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഒത്തിരി വേദനയോടെയും വിഷമത്തിലൂടെ കടന്നു പോകുന്നത് എനിക്കറിയാം. കാരണം ഇന്ന് നമ്മുടെ ന്യൂ ഇയർ ആണ്. എന്നോട് 1-2 പേര് ചോദിച്ചു എന്താണ് ഇന്ന് ഈ സൂം മീറ്റിംഗ് വെച്ചതെന്ന്. പക്ഷെ ഞാൻ പറഞ്ഞു നമുക്ക് ഈ വർഷം ന്യൂ ഇയർ ഇല്ല. കാരണം 2026 നമ്മൾ നന്നായിട്ട് ആഘോഷിക്കും. കാരണം 2 വർഷമായിട്ട് നമ്മുടെ വരുമാനങ്ങളെല്ലാം നിലച്ചിരിക്കുകയാണ്, എല്ലാവർക്കും അറിയാം. പക്ഷെ നമുക്ക് സന്തോഷത്തോടെ ഈ ഒരു ന്യൂ ഇയർ ആഘോഷിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. കാരണം ഒരുപാട് പ്രതിസന്ധിയിലൂടെ നമ്മളെല്ലാവരും പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കാരണം 2 വർഷമായിട്ട് നമ്മുടെ കമ്പനി അടഞ്ഞു കിടക്കുകയാണ്, നമ്മുടെ വരുമാനം നിലച്ചിരിക്കുകയാണ്, ഒരുപാട് പേര് പ്രതിസന്ധിയിലാണ്. ഓരോ ദിവസവും നൂറുകണക്കിന് ആളുകൾ വിളിച്ചിട്ട് സാറേ എന്താണ് നമ്മുടെ അവസ്ഥ, കമ്പനി നമുക്ക് തിരിച്ചു വരുമോ, നമുക്ക് പ്രതീക്ഷിക്കാമോ, എന്താണ് കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് പറ്റുന്നവരോടൊക്കെ ഞാൻ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. പക്ഷെ എങ്കിലും പലരും ചോദിക്കാതെ പലരുടെ മനസ്സിൽ ആശങ്കകൾ ആകുലതകളൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു സൂം മീറ്റിംഗ് നമ്മൾ 2 ദിവസം മുമ്പ് വിളിക്കേണ്ട ഒരു മീറ്റിംഗ് ആയിരുന്നു. പക്ഷെ നമുക്ക് ഒരു സാങ്കേതിക കാരണങ്ങളാലാണ് നീണ്ടുപോയത്. ഇന്ന് കഴിഞ്ഞ അടുത്ത വർഷത്തേക്ക് കടന്നു പോകും. എന്തായാലും 2026 നമുക്ക് സന്തോഷിക്കാൻ പറ്റുന്ന ഒരു വർഷമായി മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അപ്പോൾ ഏറ്റവും സ്നേഹത്തോടെ നിങ്ങളെല്ലാം ഒരിക്കൽ കൂടി ഞാൻ സ്വാഗതം ചെയ്തുകൊണ്ട് നിമിഷം നമുക്കൊന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. തീർച്ചയായിട്ടും ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ, താൻ ബാധി ദൈവം ബാധി എന്നാണ് പറയാറ്. ദൈവത്തിന്റെ ഒരു അനുഗ്രഹം നമുക്ക് ഉണ്ടാകും. അല്ലെങ്കിൽ ഈ 2 വർഷവും നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. അപ്പോൾ ഒരു കാര്യം നിങ്ങളോട് ഞാൻ ഉറപ്പ് തരാം. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, തൃശ്ശൂർ കേസ് പരാജയപ്പെട്ട് നിൽക്കുന്ന സമയത്താണ് ഈ സൊസൈറ്റി രൂപം കൊണ്ടതെല്ലാം നിങ്ങൾക്കറിയാം. ഞാൻ അത് വിശദീകരിക്കുന്നില്ല. അപ്പൊ ഈ സൊസൈറ്റി വന്നതുകൊണ്ടാണ് ഇന്ന് ഈ കമ്പനി ഇങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കുന്നത് എന്ന് 100% ഉറപ്പോടെ എനിക്ക് പറയാൻ സാധിക്കും. ആരൊക്കെ കുറ്റം പറഞ്ഞാലും ആരൊക്കെ തള്ളി പറഞ്ഞാലും സൊസൈറ്റി ഇന്ന് അഭിമാനത്തോടെയാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. കാരണം സൊസൈറ്റിക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ പരമാവധി ആത്മാർത്ഥമായിട്ട് ഞങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് അഭിമാനത്തോടെ എനിക്ക് നിങ്ങളുടെ മുമ്പിൽ നിന്ന് പറയാൻ സാധിക്കും. കാരണം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വരെ ഞാനും ഭാര്യ സാറും കൂടി മേഡത്തിന്റെ കൂടെ ഞങ്ങൾ കണ്ണൂരൊക്കെ പോയി 2-3 ദിവസം കണ്ണൂരും കോഴിക്കോടും അതിനുശേഷം മേഡം തിരുവനന്തപുരത്തൊക്കെ കറങ്ങി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ആരൊക്കെ കുറ്റം പറഞ്ഞാലും ഒരു കമ്പനി ഇതുപോലെ ഒരു ഫ്രീസിംഗിൽ പെട്ട ഒരു കമ്പനിക്ക് വേണ്ടിയിട്ട് മാനേജ്മെന്റ് ഇപ്പോഴും കഷ്ടപ്പെടുക എന്ന് പറയുന്നത് വളരെ ചുരുക്കം മാത്രമാണ്. സൈന മാഡം ഓരോ ദിവസം അനുഭവിക്കുന്ന വിഷമവും വേദനയൊക്കെ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മാനേജ്മെന്റിനെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾ പറയും. ഒരിക്കലും ഞാൻ കണ്ട് അറിഞ്ഞ കാര്യങ്ങളാണ് നിങ്ങളോട് പറയുന്നത്, അല്ലാതെ ഞാൻ അവരും ഇവരും പറഞ്ഞ കാര്യങ്ങളല്ല. ആഴ്ചയിൽ 2 ദിവസമെങ്കിലും മാഡത്തിനെ ഞാൻ കാണാറുണ്ട്, വിളിക്കാറുണ്ട്. മാഡം ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയുന്നത് കൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഈ ദിവസങ്ങളിലെല്ലാം പല ഗ്രൂപ്പുകളിലും പല നെഗറ്റീവ് മെസ്സേജുകൾ വോയിസുകളൊക്കെ അങ്ങനെ കറങ്ങി നടക്കുന്ന ഞാൻ കണ്ടു. നമ്മുടെ കൂടെ ഒരു കാലഘട്ടത്തിൽ നമുക്ക് കൃത്യമായി അപ്ഡേഷൻ തന്നിരുന്ന വ്യക്തികൾ നമുക്കെതിരെ തിരിയുന്നൊരു കാലഘട്ടം. എന്നാലോചിച്ച് നോക്കുക, ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയ ഗ്രൂപ്പിൽ കൃത്യമായി കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തുകൊണ്ട് ആ മെസ്സേജുകൾ വരെ നമ്മൾ പല ഗ്രൂപ്പിൽ കൊടുത്തിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പെട്ടെന്നൊരു സുപ്രഭാതത്തില് നേരെ ഉൾട്ട തിരിഞ്ഞുകൊണ്ട് മാനേജ്മെന്റിനെ കുറ്റം പറയുന്ന, മാനേജ്മെന്റിനെ കളിയാക്കുന്ന, മാനേജ്മെന്റിനെ പ്രതികരിക്കുന്ന കുറെ ആളുകളെ ഈ കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. എന്താണ് അവരുടെ ചേതോ വികാരം എന്ന് എനിക്കറിയില്ല. മുന്നൊക്കെ നമുക്ക് നമ്മുടെ ശത്രുക്കൾ പുറത്തായിരുന്നു, അപ്പൊ നമുക്ക് അവരെ നമുക്ക് അറിയാൻ പറ്റുമായിരുന്നു. പക്ഷെ നമ്മുടെ കൂടെ നിന്നുകൊണ്ട് നമ്മളെ ചതിക്കുന്ന കുറെ ആളുകൾ എന്താണ് എനിക്കറിയില്ല, അവരുടെ മനസ്സിൽ എന്താണ് അവരുടെ വിചാരം എന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് അവരോട് ഒറ്റ കാര്യമേ പറയാനുള്ളൂ,
ഈ ഒരു കമ്പനി ദൈവത്തിന്റെ കയ്യൊപ്പ് ചാർത്തിയ ഒരു കമ്പനി ആണെങ്കിൽ ആരൊക്കെ പ്രതിസന്ധി നിന്നാലും തടസ്സം നിന്നാലും ഈ കമ്പനി നമുക്ക് ഇവിടെ തിരിച്ച് ഞങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. പരമാവധി നമ്മൾ 99-100% നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് വരെ ആത്മാർത്ഥമായി തന്നെയാണ് നമ്മുടെ ഈ കമ്പനിയുടെ കൂടെ നിന്നിട്ടുള്ളതും സൊസൈറ്റിയുടെ കൂടെ നിന്നിട്ടുള്ളതും. നമ്മൾ സൊസൈറ്റി കേസ് ഫയൽ ചെയ്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതിനെപ്പറ്റി ആധികാരികമായിട്ട് കൂടുതൽ വിശദീകരിക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് വരുന്നതായിരിക്കും. അപ്പൊ ഞാൻ കൂടുതൽ കാര്യങ്ങളൊന്നും നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം നിങ്ങളെല്ലാവരും ഇന്നൊരു ന്യൂ ഇയർ ആയിട്ട് പോലും ഏകദേശം എനിക്ക് തോന്നുന്നു 918 പേര് ഈ ഗ്രൂപ്പിൽ ഇന്ന് കയറിയിട്ടുണ്ട്. ഇന്ന് രാവിലെ എന്നെ ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു, സാറേ ഇന്ന് ന്യൂ ഇയർ അല്ലേ, ആളുകൾ ഉണ്ടാകുമോ, ഇന്നത്തെ മീറ്റിംഗ് മാറ്റി വെക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഒരു കാരണവശാലും ഇന്നത്തെ മീറ്റിംഗ് മാറ്റി വെക്കില്ല. ഇന്നത്തെ മീറ്റിംഗിൽ കയറുന്ന ആളുകളെല്ലാം നമ്മുടെ കമ്പനിയോട് 100% ആത്മാർത്ഥതയുള്ള, നമ്മുടെ കമ്പനിയുടെ എന്താണ് അവസ്ഥ എന്ന് അറിയാൻ കൃത്യമായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളാണ് ഇന്നത്തെ മീറ്റിംഗിൽ പങ്കെടുക്കുക. നമ്മളെന്തായാലും ഇതിന്റെ യൂട്യൂബിൽ ലിങ്ക് ഉണ്ടാകാം, നാളെ നിങ്ങൾക്ക് ബാക്കി കൂടുതൽ വിവരങ്ങൾ അറിയാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ഒരു കാര്യം ഞാൻ ഉറപ്പ് തരാം, ഈ ദിവസങ്ങളൊക്കെ നമ്മൾ വക്കീലിനെയൊക്കെ വിളിച്ചിരുന്നു, വക്കീലായിട്ട് ഞങ്ങൾ ഒരു കോൺഫറൻസ് കോൾ ഇട്ടിരുന്നു, സംസാരിച്ചിരുന്നു. ദീപക് സാറായിട്ടും മനോജ് സാറായിട്ടും രാജേഷ് കുമാർ സാറായിട്ടൊക്കെ നമ്മൾ മേഡമായിട്ട് നമ്മളൊക്കെ സംസാരിച്ചതിന്റെ വെളിച്ചത്തില് ഒരുപാട് കാര്യങ്ങൾ കമ്പനി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അധികം വൈകാതെ നമ്മുടെ ഇപ്പൊ വെക്കേഷനാണ്, 5-ാം തീയതിക്ക് ശേഷം കോടതി വീണ്ടും ആരംഭിക്കുമ്പോൾ നമുക്ക് നമ്മുടെ കേസുകൾ മുന്നോട്ട് പോകുന്നതായിരിക്കും. കാരണം ഞാൻ കോടതി പോയ ഒരു അനുഭവത്തിൽ പറയാണ്, പല കേസുകളും മാസങ്ങൾ നീട്ടി വെക്കുമ്പോൾ നമ്മുടെ കേസുകൾ വളരെ ഡേറ്റ് നമുക്ക് അടുത്തടുത്ത് കിട്ടിക്കൊണ്ടിട്ടാണ് നമ്മുടെ കേസ്. കാരണം ഒരുപാട് ആളുകളുടെ ജീവിതമാണെന്ന് വെച്ച് കളിക്കുന്നതെന്ന് കോടതി നമുക്ക് ബോധ്യപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ പ്രതാപ് സാറിന് ED ജാമ്യം കിട്ടിയിരുന്നു. പക്ഷേ ഒരുപാട് മറ്റേ ബഡ്സ് ജാമ്യങ്ങൾ നമുക്ക് ഇവിടെ പലപ്പോഴും വന്നിരുന്നു. അതൊക്കെ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പുതിയ കേസുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതിനും നമ്മളൊരു തടയിടാനായിട്ടുള്ള നമ്മളെല്ലാ കേസുകളും ഒരുമിച്ച് ഒറ്റ കേസായിട്ട് വരാനായിട്ട് ഒരു കേസ് നമ്മൾ ഫയൽ ചെയ്തിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഇതിനിടയിൽ കൂടെ നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ എല്ലാം പബ്ലിക്കിലേക്ക് പറയാൻ പറ്റാത്ത സാഹചര്യം. കാരണം വെച്ചാൽ നിങ്ങൾ ഒരുപാട് നാളുകൾക്ക് മുമ്പ് നെഗറ്റീവ് ഗ്രൂപ്പിൽ ഒരുപാട് നമ്മൾ എന്തൊക്കെയോ ചിന്തിക്കുന്ന കാര്യങ്ങളൊക്കെ അപ്പം എത്തിക്കൊണ്ടിരുന്നു. പക്ഷെ ഇപ്പോൾ കുറെ നാളുകളായിട്ട് അവരുടെ ഒന്നും ഒരു വോയിസോ വീഡിയോ ഒന്നും വരുന്നില്ല. കാരണം ഒന്നും അവർക്ക് കിട്ടുന്നില്ല. പക്ഷെ ഇപ്പൊ നമ്മുടെ കൂടെ ഉള്ളവരാണ് ഇപ്പൊ നമ്മൾ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ദയവ് ചെയ്ത് സ്നേഹമുള്ള നമ്മുടെ കൂടെയുള്ള ആളുകളോട് പറയട്ടെ, ഈ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു ബിസിനസ് എന്ന് പറയുന്നത് ഈ ഒരു കാലഘട്ടത്തിൽ നീ പറയുമ്പോൾ ഹൈറിച്ചിന് മുമ്പും ഹൈറിച്ച് ശേഷം എന്ന രീതിയിലേക്ക് നമുക്ക് മാറാൻ പോവുകയാണ്. കമ്പനി അത്രയും നല്ലൊരു പ്ലാറ്റ്ഫോമിലായിരുന്നു വന്നിരുന്നത്. പക്ഷെ ചെറിയ നമ്മുടെ കയ്യിലിരിപ്പ് കൊണ്ട് മാത്രം ഒരു മിസ്റ്റേക്കാണ്. അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. അപ്പൊ ഇതിന്റെ എല്ലാ കാര്യങ്ങളും നല്ല വ്യക്തമായിട്ട് പറഞ്ഞു തരാനായിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ഭാര്യ സാറ്, അദ്ദേഹം നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും. അപ്പോൾ ഏറ്റവും സ്നേഹത്തോടെ നിങ്ങളെ ഒരിക്കൽ കൂടി ഞാൻ ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സാർ. ബിനീഷ് സാറ് അതാ വളരെ നമ്മൾക്ക് അധികം നീട്ടിക്കൊണ്ടേ സംസാരിക്കില്ല. കാരണം അദ്ദേഹം എപ്പോഴും ബഹുമാനത്തോടു കൂടി പ്രസിഡന്റിനെ വരവേൽക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം അധികം സംസാരിക്കുന്ന ഒരാളാണ് നമ്മുടെ സെക്രട്ടറി. പക്ഷേ ഏറ്റവും കൂടുതൽ ആക്റ്റീവായിട്ട് രാവും പകലും ഈ ഒരു കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട്, സൊസൈറ്റിക്ക് വേണ്ടി ഇന്ന് ആൾക്കാർ തെറ്റിദ്ധരിക്കേണ്ട, സൊസൈറ്റിയിൽ മെമ്പർഷിപ്പ് എടുക്കാത്ത ആൾക്കാർക്കും വേണ്ടിയിട്ടാണ് ഓരോ കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് അദ്ദേഹം ഓടി നടക്കുന്നത്. കാരണം പ്രതാപ് സാറിന്റെ ബെയില് സൊസൈറ്റിന്റെ ആവശ്യമില്ലല്ലോ, ഈ 16 ലക്ഷം ജനങ്ങളുടെ ആവശ്യമല്ലേ. അത് തിരുവനന്തപുരം, കാസർഗോഡ്, ഏത് ജില്ലയിലാണെങ്കിലും അവിടെ ഓടി എത്തിയിട്ട് വേണ്ട കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് ആ കാര്യം അപ്ഡേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ പ്രിയപ്പെട്ട ബിനീഷ് സാറ്. അദ്ദേഹത്തിന് സർവ്വ ഐശ്വര്യത്തോട് കൂടിയിട്ട് ദൈവം അദ്ദേഹത്തിന് ആയുസ്സും ആരോഗ്യം കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം നമുക്ക്. അടുത്തത് ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ബാരിസാർ, സൊസൈറ്റിയുടെ പ്രസിഡന്റാണ് എന്ന രീതിയിൽ ബാരിസാറിനെ ഇൻവൈറ്റ് ചെയ്യാമെങ്കിലും 16 ലക്ഷം ജനങ്ങളുടെ താങ്ങും തണലുമായ ഒരു മനുഷ്യൻ. ഞാൻ അദ്ദേഹത്തിനെ കുറിച്ച് കൂടുതൽ നിങ്ങളോട് പറയണ്ട. പക്ഷെ അദ്ദേഹത്തിനെതിരായിട്ട് ഒരു എന്താണ് അയൺ ലേഡി എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് അയൺ ലേഡി നെഗറ്റീവ് ആയിരിക്കാണ്. നമുക്ക് വെറും തകരപ്പാട്ടയായ ഒരു വ്യക്തിത്വം അദ്ദേഹത്തിനെ കുറിച്ച് പറയാണ്. ഭാര്യ, പിന്നെ ഞാൻ വാക്കുകൾ ഉപയോഗിക്കണില്ല, കോടികൾ, എന്താണ് എന്ത് ഉദ്ദേശ ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ആ വ്യക്തിയെ പറയുന്നത്. കോടികൾ ഉണ്ടാക്കി തലയിൽ മുന്നിട്ടുണ്ട്, പല ബിസിനസ്സിനും സ്റ്റാറ്റസും വെച്ച് ആടിപ്പാടി നടക്കുന്ന പല ലീഡർമാരെയും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ഷെ ഈ ഒരു മനുഷ്യൻ അരയിൽ മുണ്ട് മുറുക്കിക്കൊണ്ട്, വിശന്ന് വലഞ്ഞുകൊണ്ട്, പല അസുഖങ്ങൾക്കും മരുന്ന് കുടിച്ചുകൊണ്ട് രാവും പകലുമില്ലാതെ ഓടി നടക്കുന്ന, സ്വന്തം മകന്റെ കല്യാണത്തിന് പോലും തലേന്ന് വരെ ഈ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ഓടി നടന്ന ഒരു മനുഷ്യനാണ്. ആ മനുഷ്യനെ നേരിട്ട് കണ്ട ഒരു വ്യക്തി എന്ന രീതിയിൽ കറക്റ്റായിട്ട് എനിക്ക് ആ കാര്യങ്ങൾ പറയാൻ പറ്റും. ആ ഒരു മനുഷ്യനെ പച്ചയ്ക്ക് തിന്നുന്ന രീതിയിൽ സംസാരിക്കുമ്പോൾ ആൾക്കാര് പച്ചവംശം ഭക്ഷിക്കുന്ന കിരാതന്മാരുടെ കൂട്ടത്തിലുള്ള മനുഷ്യശ്രീയായ
എങ്ങനെയാണ് നമുക്ക് വിശ്വസിക്കാൻ പറ്റുക? പക്ഷെ ഈ ബാരി സാർ അങ്ങനെയല്ല. ഈ സൊസൈറ്റിയുടെ പ്രസിഡന്റ് ആണെങ്കിലും 16 ലക്ഷം ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഓടുന്നത്, സ്വന്തം വീട്ടുകാർക്കല്ല എന്ന് ആദ്യം മനസ്സിലാക്കുക. കൊടികളുണ്ടാക്കിയ ലീഡർമാരെ കൂട്ടത്തിൽ അദ്ദേഹത്തിനെ നിങ്ങൾ ഉൾപ്പെടുത്തി സംസാരിക്കേണ്ട. അദ്ദേഹത്തിന് എന്ത് നെഗറ്റീവ് കമന്റ് വന്നാലും വളരെ പുഞ്ചിരിയോട് കൂടി അതിന്റെ കാണുന്ന രീതിയിൽ കണ്ടുകൊണ്ട് ചർച്ചയ്ക്കായിട്ട് തയ്യാറാവുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹത്തിന് കിട്ടിയതിന്റെ നമ്മളെല്ലാവരും മഹാഭാഗ്യമാണ്. അപ്പം വളരെ സത്യസന്ധമായിട്ട് ഇതുവരെ നടന്ന കാര്യങ്ങളും ഇപ്പോൾ കൺഫ്യൂഷൻ ആവുന്ന രീതിയിൽ പ്രചരിക്കപ്പെട്ട വോയിസുകൾക്കും ടെക്സ്റ്റ് മെസ്സേജുകൾക്കും വളരെ കൃത്യമായ മറുപടി നമ്മുടെ പ്രിയപ്പെട്ട ബാരി സാർ നൽകുന്നതാണ്. വളരെ സ്നേഹത്തോടുകൂടി അതിലേറെ ആദരവോടുകൂടി നമ്മുടെ പ്രിയപ്പെട്ട ബാരി സാറിനെ ഇൻവൈറ്റ് ചെയ്യുന്നു ഈ സൂം പ്ലാറ്റ്ഫോമിലേക്ക്. ബാരി സാർ, പ്ലീസ് വെൽക്കം. ഏതായാലും വളരെ സന്തോഷം. അനീസ് സാർ പറഞ്ഞ പോലെ അങ്ങനെ പുകയറ്റിപ്പാരേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയെങ്കിലും ഈ ഹൈറിച്ച് എന്ന ഈ കമ്പനി ഇത് ജനങ്ങൾക്ക് വേണ്ടി, നമ്മുടെ നാടിന് വേണ്ടി ഇവിടെ തിരിച്ചു വരണം. അതിനുവേണ്ടി ഏത് രീതിയിലാണെങ്കിലും പ്രവർത്തിക്കാൻ നമ്മളെല്ലാവരും ഒരുങ്ങിയിട്ട് തന്നെയാണ് ഇതിൻ്റെ മുൻപന്തിയിലേക്ക് വന്നത്. പിന്നെ എൻ്റെ ഒരു പെങ്ങള്, ഞാൻ പെങ്ങളെന്ന് വിളിക്കുള്ളൂ. അനീസാർ പലതും പറയും. എനിക്കൊരാളെ പേരെടുത്തുകൊണ്ട് ഞാൻ ആരെയും കുറ്റപ്പെടുത്താനോ എനിക്കെതിരെ വന്ന കാര്യങ്ങൾക്ക് മറുപടി പറയാനോ ഉണ്ടാക്കിയ സൂം മീറ്റിംഗ് അല്ല ഇത്. നിങ്ങളാരും അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. നമ്മളുടേതായ കാര്യങ്ങൾ സംസാരിക്കാനാണ്. അപ്പോൾ അവരുടെ വോയിസ് ഒന്ന് ഞാൻ കേൾക്കാൻ കഴിഞ്ഞത്, സൊസൈറ്റിയുടെ മുൻപന്തിയിൽ നിൽക്കുന്ന ആളുകൾക്കൊന്നും ഒരു രൂപ പോലും കിട്ടാനില്ല എന്നാണ്. അതന്നെയാണ് നമുക്കും പറയാനുള്ളത്. ഞങ്ങൾക്കൊന്നും കിട്ടാനില്ലാതെ ഞങ്ങൾ പിന്നെന്തിനാ നിൽക്കുന്നത്? ഞങ്ങൾക്ക് ഒരു രൂപ കിട്ടാനില്ലെങ്കിൽ ഞങ്ങൾ നിൽക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയാ. നമ്മളെ വിശ്വസിച്ചു വന്നേ, നമ്മളുടെ കമ്പനിയെ വിശ്വസിച്ചു വന്നേ, നമ്മളുടെ ലീഡർമാരെ പല ആളുകളെയും വിശ്വസിച്ചു വന്നേ ഒത്തിരി ആളുകളുടെ ജീവിതമാണ് വഴിയാധാരമായിട്ടുള്ളത്. അവിടെ എനിക്ക് പൈസ കിട്ടാണ്ടെങ്കിൽ മാത്രമാണോ എനിക്ക് ഇതിന്റെ മുമ്പന്തിയിൽ നിൽക്കാൻ പറ്റുക? അപ്പൊ നമ്മൾ എങ്ങനെയെങ്കിലും ഈ കാര്യം ഒന്ന് രക്ഷപ്പെടുത്തി ജനങ്ങൾക്ക് പണം കിട്ടാനുള്ള ആളുകൾക്ക് അത് വാങ്ങിച്ചു കൊടുക്കുക എന്ന ആ ഒരു വലിയ ഉത്തരവാദിത്തം. ഒത്തിരി ആളുകളുടെ വോയിസ് മെസ്സേജുകൾ, ഞാനിവിടെ അടുത്ത് വക്കീലിനൊരു വോയിസ് കേൾപ്പിച്ചു കൊടുത്തപ്പോൾ വക്കീൽ പോലും സ്റ്റക്കായി പോയി. ഞങ്ങളുടെ ഗ്രൂപ്പിൽ, നമ്മളെ വാട്സപ്പ്, നമ്മളെ സൊസൈറ്റിയിലെ സ്റ്റേറ്റ് കമ്മിറ്റിയിലെ പല ആളുകളും അറിയാതെ കണ്ണിന്ന് വെള്ളം വന്നുപോയി. ആ രീതിയിലുള്ള വോയിസുകൾ കേൾക്കുമ്പോൾ എങ്ങനെ ഇതിൽ നിന്ന് ഇട്ടെറിഞ്ഞു പോകും? എന്ത് വില കൊടുത്തും നമുക്കിത് തിരിച്ചു കൊണ്ടുവന്നേ പറ്റൂ. അപ്പൊ പണം കിട്ടാനുള്ളവരെ മുന്നിൽ നിൽക്കാൻ പാടുള്ളൂ എന്നൊന്നുമില്ല. നമുക്ക് വാങ്ങിക്കൊടുക്കുക എന്ന ഒരു സംഗതിയും കൂടി ഉണ്ട് എന്നുള്ളതും കൂടി ആലോചിക്കുക. ഞാനായിട്ട് ആരെ പണവും ഇതിലേക്ക് വാങ്ങിക്കൊണ്ടുവന്നിട്ടിട്ടില്ല. എനിക്കിതിൻ്റെ ആവശ്യമില്ല. പക്ഷേ ഈ കമ്പനിയോടും ഈ കമ്പനിയുടെ പ്രൊജക്റ്റിനോടും ഈ കമ്പനിയെ വിശ്വസിച്ച് വന്നവരോടുള്ള എൻ്റെ സ്വന്തം എൻ്റെ മനസാക്ഷി കൊണ്ടുള്ള ആ ഒരു കാര്യമാണ് ഞാൻ ഇതിൻ്റെ മുന്നിൽ നിന്ന് ചെയ്യണത്. മറ്റ് ഉദ്ദേശങ്ങൾ ഒന്നും എനിക്കില്ല. 2 വർഷമായിട്ട് ഒരു ജോലിയും തൊഴിലും കാര്യമില്ലാതെ ഇതിൻ്റെ മുന്നിൽ നിന്നു. ഇപ്പൊ നമ്മളെ ശ്രീനാ മാഡം പോലും ഷൂട്ടിങ്ങിനും മറ്റുമൊക്കെ പോയിട്ടാണ് കേസിന്റെ കാര്യങ്ങൾക്കൊക്കെ പൈസ കണ്ടെത്തുന്നത്. ഇതുവരെ ഒരു പ്രൊജക്റ്റിലേക്ക് പോകാനൊക്കെ നമ്മൾ പിടിച്ചു നിന്നു 2 വർഷം. എന്നാൽ പല ആളുകളും പല ബിസിനസ്സിലേക്കും പോയി. നമ്മൾ ആരും അവരെ എതിർത്തിട്ടില്ല. കാരണം എല്ലാവരും കൂടി പട്ടിണി ഇരുന്ന് മരിച്ചണമെന്നൊന്നും ആർക്കും ബോധില്ലല്ലോ. പറ്റുന്ന ജോലികളൊക്കെ ഓരോരുത്തർ ചെയ്യുക. പക്ഷെ കമ്പനിക്കെതിരാവരുത്. നമ്മളെ കമ്പനി തിരിച്ചു വരാൻ വേണ്ടി നിങ്ങൾ ഒറ്റക്കെട്ടായി പെരുമാറാനും ഒറ്റക്കെട്ടായി വിളിക്കുന്ന സമയത്തും എല്ലാവരും ഓടിയെത്തുക, വേണ്ട കാര്യങ്ങളിലൊക്കെ ഉണ്ടാവുക. ഇപ്പൊ നമ്മളാണെങ്കിലും എന്തെങ്കിലുമൊക്കെ ഏർപ്പാടുകൾ ചെയ്യും. അപ്പൊ നിങ്ങൾക്കൊക്കെ പോസ്റ്റർ വരും. ഇപ്പൊ ഇന്നലെ ഒരു പോസ്റ്റർ ഇറങ്ങി, സൊസൈറ്റിയിലുള്ള ആളുകളൊക്കെ ഏതോ ബിസിനസ്സിലേക്ക് പോയി, ഇതിനോട് ഇനിയൊരു പ്രതീക്ഷയില്ല, അവരെ പ്രതീക്ഷ കഴിഞ്ഞു. സൊസൈറ്റിയിലുള്ള ആളുകൾ ഇനി ബിസിനസ് ചെയ്യൂല എന്ന് ഒരാൾക്ക് എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ടല്ല ഈ പരിപാടിക്ക് ഇറങ്ങിയിട്ടുള്ളത്. സൊസൈറ്റിയിലുള്ള ആളുകളെ വീട്ടിലും ഭക്ഷണം വേണം. അവരാരെങ്കിലും ബിസിനസ് ചെയ്യേ, ഈ സൊസൈറ്റിയിലുള്ളവരൊക്കെ കൂടി തന്നെ ബിസിനസ് ചെയ്തോ? അതെന്തിനാ എല്ലാവരും നോക്കേണ്ട ആവശ്യം? ഈ സൊസൈറ്റിയുടെ പേരിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടോ എന്ന് മാത്രമേ അവർക്ക് നോക്കേണ്ടുള്ളൂ. ബാക്കിയൊക്കെ പേഴ്സണൽ കാര്യങ്ങളാണ്. അതൊന്നും ഇതിലേക്ക് കുഴച്ച് കൊണ്ടുവരേണ്ട ഒരാവശ്യമില്ല. അപ്പൊ ഇനി നമ്മളും ചെയ്യേണ്ടി വരും. കാരണം എത്ര കാലം നമ്മൾ ഓടണ്ടേ? വീട്ടിലുള്ള അവസ്ഥ മുന്നോട്ട് പോകണ്ടേ? അപ്പോ ആ വക തെറ്റിദ്ധരിപ്പിക്കല് അല്ലെങ്കിൽ ഞങ്ങൾ യാഥാർത്ഥ്യം തന്നെയാണെങ്കിലും നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മളെ കമ്പനിക്ക് എതിരാവുന്നുണ്ടോ? വരാരെങ്കിലും നമുക്ക് വേണ്ടിയിട്ട് ഗുണം ചെയ്യുന്നുണ്ടോ?
ഒരു സൊസൈറ്റി രൂപീകരിച്ചു. എന്തൊക്കെ കാര്യങ്ങളാണ് കുറഞ്ഞ ദിവസം കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റിയത്? ആദ്യം തന്നെ വളരെ സങ്കടത്തോടെ പറയട്ടെ, നമ്മിൽ നിന്നും കുറച്ച് ആളുകൾ വേർപെട്ടു പോയി. എല്ലാവരും ഇവിടെ ആത്മഹത്യ ചെയ്തതല്ല. ഞാനിത് സ്ക്രോൾ ചെയ്ത് നോക്കുമ്പോൾ ക്രൈംബ്രാഞ്ചുമായി ബന്ധപ്പെട്ട 2 ഉദ്യോഗസ്ഥന്മാരാണ് എന്ന് സംശയിക്കുന്ന 2 ആളുകൾ നമ്മൾ ഈ സൂം മീറ്റിംഗിൽ ഉള്ളതായിട്ട് ഞാൻ മനസ്സിലാക്കും. അവരെ ബഹുമാനപൂർവ്വം ഞാൻ അവരോട് കൂടിയായിട്ട് പറയാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ കമ്പനിയെ കുറിച്ച് പറയാനും കമ്പനിയുടെ പ്രൊജക്റ്റ് പറയുമ്പോഴും അത് മുന്നിൽ ആരുണ്ടായാലും ഒരു പേടിയില്ല. കാരണം പല ആളുകളും എന്നോട് പല ഗ്രൂപ്പുകളിലും പല രീതിയിലുള്ള വോയിസുകൾ വന്നപ്പോൾ നമ്മൾക്ക് മറുപടി ഇല്ല എന്ന് കരുതിയ പല ആളുകളുണ്ട്. നമ്മളോട് മറുപടി കൊടുക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞങ്ങളിൽ നിന്ന് മറുപടി കിട്ടുമെന്ന് കരുതി നിങ്ങൾ ആരും വോയിസ് വിടണ്ട. കാരണം ഞങ്ങൾക്ക് മറുപടി ഇല്ലായിട്ടല്ല, ഞങ്ങളിൽ നിന്നൊരു മറുപടിയാണ് നിങ്ങളൊക്കെ പ്രതീക്ഷിക്കണമെന്നുള്ളതും ആ മറുപടിയും മറ്റും കാരണം നമ്മളെ പാവപ്പെട്ട ജനങ്ങളെല്ലാവരും കൂടി ആശങ്കയിലാക്കാനുള്ള ഒരു സിസ്റ്റത്തിലേക്കൊന്നും നമ്മളെ കിട്ടൂല. അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാവരോടുമായിട്ട് പറയാം, നമുക്ക് ഒരേ ലക്ഷ്യമുള്ളൂ, കമ്പനിയെ എങ്ങനെയെങ്കിലും തിരിച്ചു കൊണ്ടുവരിക. കേസിന്റെ കാര്യങ്ങളാണ്, വളരെയധികം സമയമെടുക്കും കേസ് എന്നുള്ളത് ഓരോരുത്തർക്കും നന്നായിട്ട് അറിയാം. എന്നാൽ ബിനി സാർ ആരോ പറഞ്ഞ പോലെ നമ്മളെ കേസ് വളരെ സ്പീഡായിട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ വിചാരിച്ച മാതിരിയല്ല കോടതിന്റെ ചില കാര്യങ്ങൾ. ഇപ്പൊ ഏറ്റവും ഉദാഹരണം പറയാം, കോടതിയിൽ കുറച്ച് ദിവസം 2-3 സിറ്റിങ്ങുകൾ ഇപ്പൊ നടന്നു അല്ലേ? ട്രഷറിക്ക് ഫണ്ട് മാറുന്നതുമായി ബന്ധപ്പെട്ട സിറ്റിങ്. ഈ ഒരു വിഷയത്തിൽ സൊസൈറ്റി സ്റ്റാർട്ടിങ് മുതലേ ഇതിനെ എതിർത്തതാ. ഞങ്ങളുടെ ഫണ്ട് ട്രഷറിയിലേക്ക് മാറുന്നതിനോട് ഞങ്ങൾക്ക് ഒരിക്കലും യോജിക്കാൻ പറ്റൂല. ട്രഷറിക്ക് കൊടുക്കണീനല്ല, കമ്പനി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞങ്ങൾ ആവശ്യത്തിന്, ഞങ്ങൾ ആളുകളുടെ പ്രയാസത്തിനും ഞങ്ങളുടെ ബിസിനസിന്റെ ആവശ്യത്തിനും ഈ ഫണ്ട് സമയത്തിന് കിട്ടാതെ വന്നാൽ നമ്മൾ ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് സൊസൈറ്റി അതിനെ എന്ത് വില കൊടുത്തും എതിർക്കും എന്ന് പറഞ്ഞിരുന്നു. അതിന് വേണ്ട രീതിയിലുള്ള ഫയലിംഗ് ചെയ്യലും കാര്യങ്ങളും വാദിക്കലും എല്ലാം നടന്നിട്ടുണ്ട്. നമ്മളെ കമ്പനി അഡ്വക്കേറ്റും അത് അതുപോലെ നല്ല രീതിയിൽ തന്നെ അതിനെ പറഞ്ഞ് മനസ്സിലാക്കി. ജഡ്ജി അത് എന്തുകൊണ്ടാണ് ട്രഷറിക്ക് മാറാൻ പറഞ്ഞത്? ഐറിച്ചിലെ ഫണ്ട് ട്രഷറിയിലേക്ക് കണ്ടുകെട്ടി എന്ന ന്യൂസ് വന്നല്ലോ. കണ്ടുകെട്ടുന്നവർക്ക് ആരെങ്കിലും ഇൻട്രസ്റ്റ് തരുമോ? ഇവിടെ കോടതി പറയണത് ഇൻട്രസ്റ്റോട് കൂടി നമുക്ക് ലഭിക്കാൻ വേണ്ടിയിട്ടാ 100 കോടി രൂപ നമ്മളെ ഫിക്സഡ് ഡെപ്പോസിറ്റിൽ കിടക്കുകയാണ്. ഫിക്സഡ് ഡെപ്പോസിറ്റിൽ കിടക്കുന്ന 100 കോടി രൂപയ്ക്ക് ഇൻട്രസ്റ്റ് വന്നിട്ടുണ്ട് 13 കോടി രൂപയോളം. എന്നാൽ അത് പ്രതാപൻ സാറ് 100 കോടി രൂപ ഫിക്സഡ് ഡെപ്പോസിറ്റിൽ ആക്കി വെച്ചതുകൊണ്ട് അതപ്പം നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കണ്ട, പ്രതാപൻ സാറിന്റെ പേഴ്സണൽ അക്കൗണ്ടിലേക്കൊന്നുമല്ല ആ ഫിക്സഡ് ഡെപ്പോസിറ്റ് ചെയ്തത്. നമ്മൾ കമ്പനിയുടെ അക്കൗണ്ടുകളിൽ പല അക്കൗണ്ടുകളിൽ 50 ലക്ഷം, 25 ലക്ഷം, 1 കോടി, 5 കോടി എന്നൊക്കെയുള്ള രീതിയിലാണ് ആ 100 കോടിന് ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ട് വെച്ചിരുന്നത്. അത് എന്തിനായിരുന്നു എന്ന് വെച്ചാൽ, കുറച്ചു കാലം ഉപയോഗിക്കാത്ത ഏതെങ്കിലും ഒരു ഫണ്ട് 1 വർഷം അവിടെ കിടന്ന് കിട്ടിയാൽ ആ ഫണ്ടിന് ഇൻട്രസ്റ്റ് കിട്ടാൻ വേണ്ടി. അല്ലാതെ കറണ്ട് അക്കൗണ്ടിൽ കിടന്ന ഇൻട്രസ്റ്റ് കിട്ടൂല. അപ്പോൾ അതിനെ ഫിക്സഡ് ആക്കി. എന്നാൽ എല്ലാ എമൗണ്ടും കൂടി ഫിക്സഡ് ആക്കിയാലോ ഇവിടെ നമ്മളെ ബിസിനസിന്റെ കാര്യങ്ങൾ മുന്നോട്ട് പോകില്ല. അതുകൊണ്ടാണ് പല കാറ്റഗറി എമൗണ്ടുകളാക്കി വെച്ചത്. അദ്ദേഹം അതിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ് ആയിട്ടായിരുന്നു നമ്മളെ ഓഫീസിന്റെ റെന്റും സ്റ്റാഫിന്റെ സാലറിയും ഒക്കെ കൊടുത്തു പോയിരുന്നത്. അതിനു വേണ്ടി ചെയ്തു വെച്ചതായിരുന്നു. അതുകൊണ്ടാണ് അതിൽ 13 കോടി രൂപ ഇപ്പൊ കയറിയത്. എന്നാൽ ശരിക്കും ബാക്കിയുള്ള 100 ചില്ലാൻ കോടിക്കും കൂടി നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടണ്ടേ? അങ്ങനെ വരുമ്പോൾ ഒരു ദിവസം 2.5 ലക്ഷം രൂപയോളം ഇൻട്രസ്റ്റ് കിട്ടേണ്ട സ്ഥലത്ത് നമ്മൾക്ക് ആ ഇൻട്രസ്റ്റ് കിട്ടാതെ വന്നപ്പോ കോടതിയിൽ അതിനെപ്പറ്റി സംസാരിച്ചപ്പോ എല്ലാ ഫണ്ടും ഒരുമിച്ച് ട്രഷറിക്ക് ഇൻട്രസ്റ്റോട് കൂടി മാറ്റുക എന്നുള്ള തീരുമാനമാണ് വന്നത്. പക്ഷെ നമ്മൾ അവിടെ ആവശ്യപ്പെട്ടത് എന്താണ്? ഇൻട്രസ്റ്റ് കിട്ടാതെ കിടക്കുന്ന ഫണ്ടിനെയും കൂടി ഇൻട്രസ്റ്റ് കിട്ടുന്ന ഫിക്സഡ് ഡെപ്പോസിറ്റിലേക്ക് മാറ്റിച്ചാൽ പോരെ? ഈ രീതിയിൽ സംസാരിച്ചു. പക്ഷെ അതാണ് മാറ്റാൻ വലിയൊരു ഇഷ്ടമൊന്നും ബാങ്കുകാർക്കില്ല. അങ്ങനെ ഏതായാലും നമ്മളെ അഡ്വക്കേറ്റ് പറഞ്ഞു അതിന്റെ ആവശ്യമില്ല, 13 കോടി ഉറുപ്പിയോളം ഇൻട്രസ്റ്റ് കയറിയിട്ടുണ്ട്, ഞങ്ങൾക്ക് പിന്നെ ആ ബാക്കിയുള്ള കാശും കൂടി ഫിക്സഡിലേക്ക് മാറ്റാൻ വേണ്ടി കമ്പനി അപേക്ഷ കൊടുക്കുന്നുണ്ട് എന്നും പറഞ്ഞു. അതോടുകൂടി ആ വിഷയം തീർന്നു പോയതായിരുന്നു. അങ്ങനെ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ഈ ബെഞ്ച് മാറിയതും മറ്റൊരു ജഡ്ജിയുടെ ബെഞ്ചിലേക്ക് ഈ കേസ് എത്തുകയും ചെയ്തപ്പോ ഈ ജഡ്ജി ആദ്യം നോക്കല് മുമ്പത്തെ ജഡ്ജിന്റെ വല്ല എന്തെങ്കിലും
ഓർഡറുകൾ ഉണ്ടോന്നാ. അങ്ങനെ നോക്കുമ്പോൾ ഈ ഫണ്ട് ട്രഷറിക്ക് മാറ്റാനുള്ള ഒരു ഓർഡർ ഇരിക്കുക. ആ ഓർഡറിന് തീരുമാനമാക്കാത്തടത്തോളം കാലം കോടതി അലക്ഷ്യ അല്ലേ? അത് ബാങ്കുകാർ എന്തുകൊണ്ട് ട്രഷറിക്ക് മാറ്റി കൊടുത്തില്ല? അപ്പൊ ബാങ്കുകാർക്ക് റിപ്പോർട്ട് കൊടുക്കല്, ബാങ്കുകാർ അതിന് ന്യായം പറയാൻ വരവ്, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കാര്യങ്ങളെ പറ്റിയുള്ള സംസാരങ്ങളായിട്ട് 2-3-4 സിറ്റിംഗ് പോയി. ഇതില് ട്രഷറിക്ക് മാറുമ്പോഴുള്ള ആശങ്കയെ കുറിച്ച് നമ്മൾ അഡ്വക്കേറ്റ് പറഞ്ഞപ്പോ ജഡ്ജി പറഞ്ഞത് അങ്ങനെ ഇങ്ങനെയൊന്നും ട്രഷറിക്ക് കൊടുക്കൂല, എപ്പോ ചോദിച്ചാലും ആ ഇൻട്രസ്റ്റ് അടക്കം തിരിച്ചു തരാനുള്ള ഉത്തരവാദിത്തത്തോടു കൂടി തന്നെ കൊടുക്കുള്ളൂ എന്നാണ് ജഡ്ജി പറഞ്ഞിരുന്നത്. അവസാനം അത് മറ്റൊരു വിഷയത്തിൽ ഇപ്പൊ എത്തി നിൽക്കുകയാണ്. ഒന്നുകിൽ ഇവര് ബാങ്കുകാരൻ അത് ഫുൾ എമൗണ്ടിന് നമുക്ക് ഇൻട്രസ്റ്റ് തരിക, അതല്ല എന്നുണ്ടെങ്കിൽ SBI ബാങ്കിലോ ഈ കമ്പനിക്ക് വേണ്ടി ഒരു അക്കൗണ്ട് എടുത്തിട്ട് അതിലേക്ക് ഇൻട്രസ്റ്റ് കിട്ടുന്ന രൂപത്തിൽ മാറ്റുക. അപ്പൊ ഇനി ഈ ഒരു വെക്കേഷൻ കഴിഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചിലപ്പം അതിന്റെ ഒരു പൂർത്തീകരണം ഉണ്ടാവും, 1 സിറ്റിങ്ങോ 2 സിറ്റിങ്ങോ. കാരണം എന്തെങ്കിലും ഒരു ഓർഡർ അത് വരണം അതുവരേക്ക്. കാരണം ചിലപ്പം ഇവർക്ക് മുൻകാല പ്രാബല്യത്തോടെ ഇൻട്രസ്റ്റ് തരണമെന്നോ എന്തെങ്കിലും ഒരു കാര്യമാവും കോടതിയിൽ നിന്ന് വരിക. അപ്പൊ ഈ ഒരു വിഷയം അവിടെ വന്നപ്പോ ഞാൻ വക്കീലിനെ വിളിച്ചിട്ട് ഞാൻ വക്കീലിനോട് പറഞ്ഞു, സാറേ കുറച്ച് ദിവസമായല്ലോ ഈ കേസ് അവിടെ കിടന്ന് കളിക്കണ്, 7% ഇൻട്രസ്റ്റ്, 7.5% ഇൻട്രസ്റ്റ്, അതിൽ കിട്ടാൽ 6, മറ്റോടത്തു നിന്നാണെങ്കിൽ 8. ഈ ഇൻട്രസ്റ്റ് കൂടി കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കേസ് കൊണ്ടുപോണത്? ഞങ്ങൾക്ക് ഇൻട്രസ്റ്റ് അല്ലല്ലോ ആവശ്യം, ഞങ്ങൾക്ക് മുതലല്ലേ. ഞങ്ങൾ മുതൽ കിട്ടേണ്ട നേരത്തെ ഇൻട്രസ്റ്റ് കൂട്ടി കിട്ടുന്നിടത്തേക്ക് തപ്പി നടന്നിട്ട് എന്ത് കാര്യം? ഞങ്ങളെ ബിസിനസ് സ്റ്റാർട്ട് ആവണം, ഞങ്ങൾക്ക് അതിന് ഞങ്ങൾ മുതലാണ് കിട്ടേണ്ടത്. ഞങ്ങൾ ഇൻട്രസ്റ്റിന്റെ ആൾക്കാരല്ല, ഞങ്ങൾ ഫിക്സഡ് ഡെപ്പോസിറ്റ് ചെയ്യാൻ കുറെ ഫണ്ടായിട്ട് നടക്കണോലല്ല, ഇത് എവിടെ ഇട്ടാലാ കുറച്ച് തോനെ കിട്ടുക എന്ന് ചോദിച്ച് നടക്കണോലല്ല എന്ന് നിങ്ങൾ എന്താ കോടതി പറയാത്തത്? അതിൽ വക്കീൽ എന്നോട് പറഞ്ഞ പോയിന്റ് ഇത്രേ ഉള്ളൂ, നമുക്ക് മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് പൊറാട്ട ചോദിക്കാൻ പറ്റുമോ? അവിടെ ആ കേസിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം ആ ഒരു ഓർഡറുമായി ബന്ധപ്പെട്ട അതവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, മറ്റൊരു വിഷയം അവിടെ സംസാരിക്കാൻ പറ്റൂല. നമ്മളവിടെ പല കേസുകളുണ്ട്, നമ്മളെ ഈ ഒരു അപ്പീൽ കേസുണ്ട്, അതിന് പുറമെ നമ്മൾ 35,000-ഓളം ആളുകൾ ഒപ്പിട്ടിട്ടുള്ള റിവൈവൽ പെറ്റീഷൻ ഉണ്ട്, നമ്മളെ എല്ലാ FIRകളും കൂടി ക്ലബ് ചെയ്യാൻ വേണ്ടി കൊടുത്ത മറ്റൊരു കേസുണ്ട്, പിന്നെ കുറെ കോഴ്സ് ചെയ്യാൻ വേണ്ടി കൊടുത്ത കേസുകളുണ്ട്. പല കാര്യങ്ങളും നമുക്ക് പലയിടത്തും പറയാനുണ്ട്. ഇവിടെ ഇത് തീരാതെ നമുക്ക് സംസാരിക്കാൻ പറ്റൂല. അപ്പൊ അത് എനിക്കും മനസ്സിലായി. ഓക്കെ, അങ്ങനെ ആ ക്ലിയർ ആയിട്ട് പോട്ടെ. ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം കേസ് എന്ന് പറയുമ്പോഴുള്ള നൂലാമാലകൾ ഇങ്ങനെയാണ്. ഇന്ന് രാവിലെ നമ്മളെ തിരുവനന്തപുരത്തെ കരീംക എന്ന് പറഞ്ഞ ആള് ഒരു മെസ്സേജ് ഇട്ടിരുന്നു, ഇത് എല്ലാവരും വായിക്കണം. അദ്ദേഹത്തിന്റെ അനുഭവങ്ങളും അദ്ദേഹത്തിന്റെ പ്രയാസങ്ങളും ഒക്കെ കൂടി വെച്ച ഒരു വലിയ മാറ്റർ ചെയ്യുന്നു. ഒരു 15 മിനിറ്റൊക്കെ ഇരുന്ന് വായിക്കാണ്ട് ഞാനത് ഫുള്ള് വായിച്ചു. അദ്ദേഹം പറഞ്ഞ അതിലൊരു പോയിന്റ് പറയാനാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ വാഹനം വീട്ടിൽ നിർത്താൻ പറ്റായിട്ട് റോഡ് സൈഡിൽ നിർത്തിയിട്ട് മീൻ കച്ചവടത്തിന് പോണ ആ വ്യക്തി ഒരു ദിവസം രാവിലെ എടുത്ത് വണ്ടി എടുക്കാൻ നോക്കുമ്പോൾ ബാറ്ററി ഇല്ല. ബാറ്ററി ആരോ കട്ടുകൊണ്ടുപോയി. അവസാനം ഒരു പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. കാലങ്ങളോളം കഴിഞ്ഞിട്ടും ആ ബാറ്ററിനെ കുറിച്ചൊരു വിവരം കിട്ടിയില്ല. അവസാനം 4,000-4,500 റുപ്യ എന്തോ കൊടുത്തൊരു ബാറ്ററി വെച്ചതിന് ശേഷം പിന്നീട് ഏതോ ഒരു വകുപ്പിൽ ഏതോ ഒരു ബാറ്ററി കട്ടവനെ പിടിച്ചപ്പോൾ അവൻ കുറെ ബാറ്ററി കട്ടവനാണ്, അവനെ നേരെ സ്റ്റേഷനിൽ കൊടുന്നു. അങ്ങനെ നമ്മളെ കരീംഖാനെയും വിളിച്ചിരുത്തി, നിങ്ങളെ ബാറ്ററി ഇതിൽ ഉണ്ടാന്ന് നോക്കാൻ. അപ്പോ കരീംഖ ചെന്നുകാണ്ട് മൊത്തം നോക്കുമ്പോൾ കരീംഖാന്റെ ബാറ്ററി കയ്യിലുണ്ട്. അപ്പൊ ഇതിന്റെ ബാറ്ററി നറിഞ്ഞാണ്ട് എടുക്കാൻ നിന്നപ്പോ എടുക്കാൻ പറ്റൂല. നിങ്ങൾ ഈ ബാറ്ററിന്റെ 4,500 റുപ്യ കോടതി കെട്ടിയേക്കണം. എന്നിട്ട് കോടതിയിൽ നിന്ന് ഇത് നിങ്ങൾക്ക് തരാൻ ഓർഡർ വരുന്നല്ലാതെ നമുക്ക് ഇത് തരാൻ പറ്റൂല. ഇപ്പൊ എങ്ങനെയുണ്ട്? കരീംഖാന്റെ ബാറ്ററി പോവുമല്ലേ അതിലേറെ നല്ലത്? ഈ രീതിയിലൊക്കെയാണ് കേസുകള് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുക. അത് നമ്മൾ ആരും ഉദ്ദേശിച്ച രീതിയിലാവൂല ചില ടിസ്റ്റുകൾ വരിക. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, നമ്മളെ കമ്പനി എന്തായാലും തിരിച്ചു വരും, നമ്മളെ ഫണ്ട് എന്തായാലും കിട്ടും. എന്തുകൊണ്ടാണ് കമ്പനി തിരിച്ചു വരണം എന്ന് നമ്മൾ വാശി പിടിക്കുന്നത്? പല ആളുകളും പറഞ്ഞു, നിങ്ങൾക്ക് ഫണ്ടാണോ വേണ്ടത്, നിങ്ങൾ കേസ് കൊടുത്തോളി. ഇപ്പൊ എന്തുണ്ടായി? ഇപ്പൊ എല്ലാവർക്കും ചോദിക്കാനുള്ളത് എന്താ, ഈടിന്റെ ജാമ്യം കിട്ടിയിട്ടും പ്രതാപൻ സാർ എന്തുകൊണ്ട് ഇറങ്ങണില്ല? ആ ഒരു ഒറ്റ ചോദ്യത്തിന്റെ ഉത്തരാണ് നമ്മളെ കൂട്ടത്തിലുള്ള 67 FIRകൾ. നിങ്ങൾക്കറിയോ? പല വട്ടം പറഞ്ഞു,
കാല് പിടിച്ചു പറഞ്ഞു, FIR ഇടല്ലി, FIR ഇട്ടതുകൊണ്ട് നിങ്ങളെ പണം കിട്ടൂല, നിങ്ങൾക്ക് പണം കിട്ടണമെങ്കിൽ കമ്പനി തിരിച്ചു വരണം, അത് നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യ് എന്ന് പറഞ്ഞപ്പോ പല ആളുകളും പല രീതിയിൽ FIR ഇടാൻ വേണ്ടി ആഹ്വാനം ചെയ്തവർക്ക് എന്ത് നഷ്ടം ഉണ്ടായത്? FIR ഇട്ട ആർക്കാ പൈസ കിട്ടിയത്? അവർക്കോട്ട് കിട്ടിയതുമില്ല. ആ 67 FIR പോലീസ് സ്റ്റേഷനുകളിൽ കിടക്കുക. അവരെന്താ ചെയ്യണത്? അതിലൊരു 4-5 അറസ്റ്റ് രേഖപ്പെടുത്തി. അപ്പൊ പിന്നെ അത് പോയി ജാമ്യം എടുത്തു. അപ്പൊ ഒരു 5-6 കൂടി പിന്നെയും അറസ്റ്റ് രേഖപ്പെടുത്തി. ഒന്ന് എടുത്തു എന്ന് കാണുമ്പോൾ അടുത്തത് രേഖപ്പെടുത്തുക. ഒരു അറസ്റ്റ് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ 15 ദിവസം കഴിയാതെ നമുക്ക് അതിന് അപേക്ഷ പോലും കൊടുക്കാൻ പറ്റൂല. അങ്ങനെ നമ്മൾ ഈഡിന്റെ ജാമ്യം കിട്ടിയപ്പോ അദ്ദേഹത്തിന് ഇറക്കാൻ നോക്കുമ്പോൾ കുറച്ച് കേസുകൾ അവിടെയും ഇവിടെയും അറസ്റ്റ് രേഖപ്പെടുത്തിയതുണ്ട്. നമ്മൾ ആളുകൾ പല സ്ഥലത്തും റെഡിയാണ്, അവരെ നികുതി ചീട്ടിട്ട് പോവാനും ഒപ്പിടാനും തയ്യാറാണ്. കോടതികളിൽ വാദിച്ചു, ജാമ്യം കിട്ടി. ആ ജാമ്യം കിട്ടിയോടുന്നൊക്കെ സൈൻ ചെയ്തു, നേരിട്ട് ജയിലിലേക്ക് തന്നെ അതൊക്കെ കൊണ്ടുകൊടുത്തു. ഏകദേശം നിലവിലുള്ള എല്ലാ അറസ്റ്റ് രേഖപ്പെടുത്തിയ FIR-കൾക്കും ജാമ്യം എടുത്തു എന്ന് മനസ്സിലായപ്പോ തിരുവനന്തപുരത്ത് വേറെ 2 പുതിയ അറസ്റ്റ് രേഖപ്പെടുത്തി. അപ്പൊ വേറെ സ്ഥലത്ത് 2 കൂടി രേഖപ്പെടുത്തി. നമ്മൾ തിരുവനന്തപുരത്തേക്കാ പോയ, കാസർഗോട്ടേക്കാ പോയ, വെറുതെ പോയതുകൊണ്ട് കാര്യമുണ്ട്? അവിടെ ഒരു വക്കീൽ വേണ്ടേ? അയാളെ കൊണ്ടത് ജാമ്യം ആക്കിച്ചെടുക്കണ്ടേ? ജാമ്യം ആക്കിച്ചെടുത്താൽ തന്നെ അവിടെ നമുക്ക് എന്ത് ചെയ്യണം? നികുതി ചീട്ടും കാര്യമായിട്ട് പോയി ഒപ്പിടണ്ടേ? അപ്പൊ ഒന്നിക്കലോ ഈ 67 FIR കയ്യിൽ ഇരുന്നു കൊണ്ട് അതെല്ലാം ഒന്നിച്ചങ്ങോട്ട് FIR അറസ്റ്റ് രേഖപ്പെടുത്തിയാൽ ഇവിടെ ഒരു പ്രശ്നമില്ല. ആ 67 കൊടുത്താൽ നാളെ പ്രതാപൻ സാറിന് പുറത്തിറങ്ങാം. ഇത് ഇഞ്ചിഞ്ചായി കൊല്ലുന്ന രൂപത്തിൽ ഒരു വ്യക്തി ഒരു കുറ്റ ആരോപിതനായിട്ട് ഒരു ജയിലിൽ കിടക്കുക, എന്നിട്ട് ഈഡിന്റെ ജാമ്യം കിട്ടിയിട്ടും നമ്മൾ ആളുകൾ കൊടുത്ത ഈ 67 FIR-മ്മേ പ്രതാപൻ എന്ന് പറഞ്ഞ ആള് ജയിലിൽ കിടക്കുന്നത് നമ്മളെ കൂട്ടത്തിലുള്ള 67 FIR കൊണ്ട് മാത്രം. അല്ലാതെ വിദേശത്തേക്ക് പണം കടത്തിനല്ല ഇപ്പൊ കിടക്കുന്നത്, വൈറ്റുമണി ആക്കിയല്ല, കള്ളപ്പണം വെളുപ്പിച്ചിനല്ല കിടക്കുന്നത്. കമ്പനിന്റെ അക്കൗണ്ട് ഫ്രീസ് ആവോളം കൃത്യമായിട്ട് പണം കൊടുത്ത് കമ്പനിന്റെ അക്കൗണ്ട് ഫ്രീസായതിന്റെ ശേഷം പൈസ കിട്ടാത്തതിന്റെ പേരിൽ കേസ് പോയി കൊടുത്ത ആ 67 വിചാരിച്ചാൽ പ്രതാപൻ സാറിന് നാളെ ഇറങ്ങാം. അപ്പോഴും അവരോട് സെറ്റിൽമെന്റിന്റെ വിഷയങ്ങൾ വന്നു. സെറ്റിൽമെന്റ് കോടതി തന്നെ പറഞ്ഞു നിങ്ങൾ പുറത്തു പോയി സെറ്റിൽമെന്റ് നടത്താൻ. സത്യത്തില് നമ്മൾ അഡ്വക്കേറ്റ് അവിടെ പറയേണ്ട ഒരു കാര്യം, സെറ്റിൽമെന്റ് ചെയ്യാൻ ഞങ്ങൾ ഡെപ്പോസിറ്റ് അല്ല വാങ്ങിയിട്ടുള്ളത്, പിന്നെ നമ്മൾ എന്തിന് സെറ്റിൽമെന്റ് ചെയ്യണം? നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ കമ്പനിന്റെ പ്രൊജക്റ്റിൽ നിന്ന് പ്രോഫിറ്റ് കൊടുക്കുമ്പോൾ ആ പ്രൊജക്ട് റണ്ണായി കിട്ടണം. അത് റണ്ണായി കിട്ടിയാൽ ഞങ്ങൾ കൊടുത്തോളാം എന്നല്ലേ സെറ്റിൽമെന്റ് നടത്തേണ്ടത്. ആ രീതിയിലേക്ക് പോവേണ്ടതായിരുന്നു. എന്താവട്ടെ, നമ്മളോട് സഹകരിക്കാൻ താല്പര്യമില്ലാത്തവരായതുകൊണ്ട് അതിന്റെ അവർക്ക് കൊടുത്ത റെഡീം കൂപ്പൺ തിരിച്ചു വാങ്ങിയിട്ടെങ്കിലും ആ ഫണ്ട് കൊടുക്കണമെങ്കിൽ ആ സെറ്റിൽമെന്റിന് തയ്യാറായി. അതിന്റെ വർത്താനം ഇന്നും നിലയായിട്ട് ഇവിടെ ഗ്രൂപ്പുകളിലൊക്കെ പലതും നടക്കുന്നുണ്ട്. നമ്മൾ അതിന് മറുപടി കൊടുക്കുക ആണത്തല്ലേ എന്ന് ചോദിച്ച ചില ആൾക്കാരൊക്കെ ഉണ്ട്. ഞാൻ അവരോട് എനിക്ക് പറയാനുള്ളത്, ആണത്തും തറവാടിത്തും രണ്ടാണ്. പ്രായമുള്ള ഒരാൾ ഇന്ന് വന്ന് തച്ചിട്ട് ഞാൻ അവനെ പകരം തല്ലല്ല, ആണത്തല്ല. അവനെ പകരം തല്ലാതിരിക്കൽ ഇന്റെ തറവാടിത്ത. അതുകൊണ്ട് ചില കാര്യത്തിൽ നമ്മൾ ആണത്താണോ അല്ലേന്ന് നോക്കരുത്. നമ്മളെ വിവേകം, നമ്മൾ എങ്ങനെ അവിടെ പെരുമാറുന്നുണ്ട്. ചില സമയത്ത് നമ്മൾ മിണ്ടാതെ നിൽക്കും, ഉത്തരമില്ലായിട്ടോ മറുപടി ഇല്ലായിട്ടോ അല്ല. ഇപ്പൊ സൊസൈറ്റി ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്, അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുക. എന്താണ് കൊടുക്കാൻ കാരണം ഉണ്ടായത്? സുപ്രീം കോടതിയിലെ ദീപക് സാറ് ജഡ്ജിനോട് പറഞ്ഞു, സാർ ഇവർക്ക് കേസ് നടത്താൻ അവരെ ഫയലുകളും കാര്യങ്ങളൊക്കെ അവരെ ഓഫീസിലാണ്, അവർക്ക് അതൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കാൻ ഒരു അനുവാദം കൊടുത്തൂടെ? അപ്പൊ തന്നെ ജഡ്ജി പറഞ്ഞത് എന്താണ്? ഇത് ഇവിടെ അല്ല പറയേണ്ടത്, നിങ്ങൾ സെഷൻ കോടതിയിൽ പോയിട്ട് പറയണം. അപ്പൊ തന്നെ ദീപക് സാർ വിളിച്ചു, സെഷൻ കോടതിയിൽ സൊസൈറ്റി ഒരു കേസ് ഫയൽ ചെയ്യണം. കാരണം ഇനി അടുത്ത സിറ്റിങ്ങില് നിങ്ങളോട് അവിടെ കൊടുക്കാൻ പറഞ്ഞിട്ട് നിങ്ങൾ കൊടുത്തോന്ന് ചോദിച്ചുമ്പോ ഇല്ല എന്ന് പറയാൻ നമുക്ക് പറ്റൂല. അവിടെ കൊടുത്തിട്ടുണ്ട് എന്ന് പറയണമെങ്കിൽ അത് വേഗം കൊടുക്കണം എന്ന് പറഞ്ഞു. ഏതായാലും നമ്മൾ ആ ഒരു പെറ്റീഷൻ കൊടുക്കാൻ തീരുമാനിച്ചു. പെറ്റീഷൻ നമ്മൾ വായിച്ചു. നമ്മളെ ലെവലില് അതെല്ലാവരും അറിഞ്ഞിട്ടും കാര്യങ്ങളും ചിന്തിച്ചല്ലേ വക്കീൽ കൈകാര്യം ചെയ്യണേ. നമ്മൾ പിന്നെ അതിൽ എഴുതിയത് ഏതാണെന്ന് നോക്കാൻ നിന്നില്ല. അവിടെ കൊടുത്തിട്ടുള്ള സംഭവം എത്രയേ ഉള്ളൂ. ഈ കമ്പനിന്റെ ഡൊമൈൻ്റെ പൈസ അടക്കാതെ കൃത്യമായിട്ടും നമ്മളെ പൈസ അടച്ചു പോകുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണായിരുന്നു, നമ്മളെ വാലറ്റ് കാണായിരുന്നു, നമ്മളെ റീപർച്ചേസ് കാണായിരുന്നു, നമുക്ക് കിട്ടിയ ഇൻകം കാണായിരുന്നു, നമ്മൾ കൊടുത്ത പൈസന്റെ കണക്ക് കാണായിരുന്നു. അതിപ്പോ പൈസ അടക്കാൻ പറ്റാത്തത് കൊണ്ട് ബ്ലോക്കായി പോയതാണ്. അല്ലാതെ അതൊന്നും ED പൂട്ടിച്ചതോ അല്ലെങ്കിൽ മറ്റു പോലീസുകാർ പൂട്ടിച്ചതോ അല്ല. നമ്മളെ വെബ്സൈറ്റ് അതിന്റെ ഫണ്ട് അടക്കാത്തത് കൊണ്ടാ.
അതുകൊണ്ട് ഞങ്ങളുടെ വിലപ്പെട്ട സൊസൈറ്റിയുടെ വിലപ്പെട്ട സൊസൈറ്റി എന്ന് പറഞ്ഞാൽ അതിന്റെ ഈ പ്രസിഡന്റിന്റെ കാര്യമല്ല പറയണത്. ഒരു സൊസൈറ്റി എന്ന് പറയുമ്പോൾ ആ സൊസൈറ്റിയിലുള്ള ഓരോ അംഗത്തിന്റെ കാര്യമാണ്. ഈ സൊസൈറ്റിന്റെ അംഗത്തിന്റെ കാര്യം പണ്ടാരോ പറഞ്ഞായി പടച്ചവൻ ഒരു ഉപദ്രവം ഒരു നാട്ടിലേക്ക് ഇറക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പം ഭൂമി കുലുക്കായിട്ടാവും ഇറക്കുക. ദൈവത്തിന് നിരക്കാത്ത പലതും നമ്മൾ ചെയ്യുമ്പോൾ അവിടെ ഭൂകമ്പം ഉണ്ടാവാം. ഈ ഭൂകമ്പം ഉണ്ടാവുമ്പോൾ ദൈവത്തിന് നന്ദി ചെയ്തുകൊണ്ട് നിസ്കരിക്കണോനും പ്രാർത്ഥിക്കണോനും ഭൂകമ്പത്തിൽ പെടും ഇല്ലേ? അല്ലാതെ അവർക്ക് മാത്രമായിട്ടൊരു ഭൂമി കുലുക്കം ഉണ്ടാക്കാൻ പറ്റുമോ? എന്നതുപോലെ സൊസൈറ്റിന്റെ ആളുകൾക്ക് വേണ്ടിയിട്ട് നടത്തുന്നതാണെങ്കിലും ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ സൊസൈറ്റി ഓടിയിട്ട് പ്രധാനമന്ത്രിന്റെ ബെയിലിന് ഓടിയാലും അത് എല്ലാവർക്കും കൂടി വേണ്ടിയിട്ടാണെന്ന് മനസ്സിലാക്കുക. അങ്ങനെ നമ്മൾ ഈ ദീപക് സാർ പറഞ്ഞതിന്റെ പേരിൽ നമ്മൾ കേസ് ഫയൽ ചെയ്യാണ്. ഈ കേസിൽ ഇത്ര എഴുതിയിട്ടുള്ളൂ, ഞങ്ങളുടെ ഡാറ്റ സേവ് ചെയ്യണം. കാരണം ഞങ്ങൾ ഡൊമൈൻ്റെ പൈസ അടക്കാത്തതുകൊണ്ട് ഞങ്ങൾ സൈറ്റ് ഓഫായി കിടക്കുക. അതുകൊണ്ട് കമ്പനിയുടെ ഡാറ്റ നഷ്ടപ്പെട്ടു പോയാൽ വ്യക്തികളുടെ ഡാറ്റ നഷ്ടപ്പെട്ടു പോകും. വ്യക്തികളുടെ സാമ്പത്തിക ഇടപാടുകളും മറ്റുമൊക്കെ ഉള്ളത് അതിലാണ്. ആ വിലപ്പെട്ട രേഖ നഷ്ടപ്പെടാൻ അനുവദിക്കരുത്. അതിനെ കൃത്യമായിട്ട് ലൈവാക്കി നിർത്തണം. അതുപോലെ തന്നെ അതിലൊരു വാക്കും കൂടി, സൊസൈറ്റിക്ക് ആ ഡാറ്റയിലേക്ക് ഒരു ആക്സസ് വേണം. ഇങ്ങനെയാണ് ഒരു ഭാഗം. പിന്നുള്ളത് നമ്മളെ OTT സബ്സ്ക്രൈബ് ചെയ്ത ആളുകൾക്കൊന്നും അത് കാണാൻ കഴിയൂല. അതുകൊണ്ട് അതിൻ്റെയും നിങ്ങൾ എന്ത് ചെയ്യണം? ഡൊമൈൻ്റെ പൈസ സെർവറിന്റെ റെന്റ് അടച്ചിട്ട് അതിനെയും ലൈവ് ആക്കണം. അതുപോലെ ഞങ്ങളെ ഓഫീസിലുള്ള കമ്പ്യൂട്ടറുകളും മറ്റുള്ള സംഭവമൊക്കെ ഇലക്ട്രോണിക്സ് ആയതുകൊണ്ട് അതൊക്കെ നഷ്ടപ്പെട്ടു പോയി, നാശമായി പോവും. അതിനെ പ്രവർത്തിപ്പിക്കണം. അത് പ്രവർത്തിപ്പിക്കുമ്പോൾ അതിന് സ്റ്റാഫുകൾ വേണ്ടി വരും. ആ സ്റ്റാഫുകൾക്ക് സാലറി കൊടുക്കേണ്ടി വരും. അതൊക്കെ അനുവദിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് സൊസൈറ്റി ഒരു കേസ് കൊടുക്കുകയാണ്. ഇതെന്തിനാണ് സൊസൈറ്റി കൊടുക്കുന്നത്? എങ്ങനെയെങ്കിലും ഒന്ന് സട്ടർ പൊന്തി നമ്മളെ കാര്യങ്ങളൊന്ന് ക്ലിയർ ആക്കി കൊണ്ടുവരാനാ. അതിനെവിടെ വളച്ചൊടിച്ചു. സൊസൈറ്റി കമ്പനിന്റെ ഡാറ്റ ചോദിച്ച് കേസ് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു. സൊസൈറ്റി കമ്പനിന്റെ ഡാറ്റ ചോദിച്ച് കേസ് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുമ്പോ എത്ര ആളെയാണ് ആ തെറ്റിദ്ധാരണ നമ്മൾ മാറ്റുക? സൊസൈറ്റിക്ക് എന്തിനാ ഡാറ്റ? ഇവിടെ 10,000-18,000 20,000-ഓളം സൊസൈറ്റി മെമ്പർമാരുടെ ഡാറ്റ കയ്യിലുള്ള സൊസൈറ്റി ആ ഡാറ്റ വെച്ച് ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല. ഇനി ഈ 16 ലക്ഷം ആൾക്കാരിൽ എന്ന് പറയുന്ന ഒരു ഡാറ്റ സൊസൈറ്റിക്ക് കിട്ടിയിട്ട് എന്ത് കാട്ടാനാ? അപ്പോ നമ്മളെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ, ഡാറ്റ നമുക്ക് തരാം. ഞാൻ അന്ന് വോയിസ് വിട്ടു, ഡാറ്റ എന്ന വാക്കേ ഒഴിവാക്കിക്കോ, നമ്മളെ വെബ്സൈറ്റ് ലൈവ് ആക്കാനാക്കിയാൽ മതി. അല്ലാതെ നമുക്ക് ഡാറ്റ വേണ്ട. അവിടെ നമുക്കൊരു ആക്സസ് അതിലേക്ക് വേണം എന്ന ഒരു വാക്കിനാണ്. എന്തിന് സൊസൈറ്റിക്ക് അതിലേക്ക് ഒരു ആക്സസ്? ആ ഒരു ചോദ്യചിഹ്നം റൗണ്ട് ചെയ്തിട്ടാണ് ഇവർ പരത്തിയത്. അവിടെ എന്താണ് ഉദ്ദേശിച്ചിട്ടുള്ളത്? ഇത്രയേ ഉള്ളൂ, കമ്പനിയുടെ ഡാറ്റ നഷ്ടപ്പെടാതെ സേവ് ചെയ്യണം എന്ന കേസിൽ കോടതി പറയാണ് ഡൊമൈനിന് അല്ലെങ്കിൽ സെർവറിന്റെ റെന്റ് അടച്ചിട്ട് ആ ഡാറ്റ സേവ് ചെയ്തിട്ട് ഒരു ഏതിലെങ്കിലും ആക്കിയിട്ട് കോമ്പിറ്റന്റ് അതോറിറ്റിന്റെ അടുത്ത് അവിടെ പാത്തുച്ചോളി, നഷ്ടപ്പെടണ്ടെന്ന് പറയാനല്ല നമ്മൾ ഈ കേസ് കൊടുക്കുന്നത്. സൊസൈറ്റിക്ക് ആ ഡാറ്റയിലേക്ക് ആക്സസ് വേണം. സൊസൈറ്റിക്ക് എന്ന് പറഞ്ഞാൽ സൊസൈറ്റി അംഗങ്ങൾക്ക് നമ്മളെ യൂസർ ഐഡിയും പാസ്വേഡും അടിച്ച് കാണാൻ നമുക്ക് പറ്റണം. ആ രീതിയിൽ അതിനെ ലൈവാക്കി തരണം. അതിനാണ് ആക്സസ് വേണം എന്ന് പറയുന്നത്. അല്ലാതെ സൊസൈറ്റി കമ്പനിന്റെ ഡാറ്റ അടിച്ച് മാറ്റാനല്ല ആ കേസ് ഫയൽ ചെയ്തിട്ടുള്ളത്. ഇതേ കേസിൽ കമ്പനിനെ കശി ചേർത്തിട്ടുണ്ട്. കമ്പനിക്കോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ ഡൗട്ട് ഉണ്ടെങ്കിൽ ആ വാദം നടക്കുന്ന നേരത്ത് ആ കമ്പനിന്റെ വക്കീലിന് ഒറ്റ കാര്യം പറയേണ്ടതുള്ളൂ, സാർ അവർ ചോദിക്കുന്നത് കമ്പനിന്റെ ഡാറ്റയ്ക്ക് ആക്സസ് അല്ല, ഈ കമ്പനിന്റെ ഡാറ്റയിൽ തന്നെ ഓരോ അംഗങ്ങൾക്കും അവരുടേതായ കാര്യങ്ങളിലേക്കുള്ള ആക്സസ് ഉണ്ട്, അത് തിരിച്ചു വേണം, അവർക്കത് ചെക്ക് ചെയ്യണമെങ്കിൽ അത് കിട്ടണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് കമ്പനി വക്കീല് പറയുമ്പോൾ അതേ സാറിന് നമ്മളെ വക്കീലും പറഞ്ഞാൽ തീരേണ്ട ഒരു പ്രശ്നമേ ഉള്ളൂ. സംശയം ഉണ്ടെങ്കിൽ അതിനെ ഇവിടെ ഇങ്ങനെ ഊതിപ്പെരുപ്പിച്ച് കമ്പനിന്റെ ഡാറ്റ ചോദിക്കുകയാണ്, എന്റെയും കൂടി ഡാറ്റയാണ്, അതിനെതിരെ ഞങ്ങൾ സൊസൈറ്റിക്ക് കേസ് കൊടുക്കും. ആണ്ടുകിട് സൊസൈറ്റി ഇവിടെ വന്നത് കമ്പനി തിരിച്ചുകൊണ്ടുവരാനാ. പല കേസിലും കച്ചി ചേർന്നിട്ടുണ്ട്, പല കേസുകളും വേറെ വേറെ കൊടുക്കേണ്ടതായിട്ട് വരും. നമ്മൾ ഇപ്പൊ ചെയ്യുന്നതൊന്നും കമ്പനിക്കെതിരല്ല. അപ്പൊ പല ആളുകളും പറഞ്ഞത് എന്താണ്, ഈ കേസ് സൊസൈറ്റി പരാജയപ്പെട്ടാൽ അത് കമ്പനിക്ക് ദോഷമാണ്. അപ്പോഴും നമുക്കൊരു പ്രശ്നമായി. ഇനി അഥവാ ഇത് പരാജയപ്പെട്ടിട്ട് കമ്പനിന്റെ കേസ് കൊണ്ടുപോകുമെന്നായി ചിന്ത. അപ്പൊ ഞാൻ വക്കീലിനോട് ചോദിച്ചു, ഇത് പരാജയപ്പെട്ടാൽ കമ്പനിക്ക് ദോഷം ചെയ്യുമെങ്കിൽ ആ കേസ് നമുക്ക് ഒഴിവാക്കിക്കൂടെ? അപ്പൊ വക്കീൽ പറഞ്ഞ പോയിന്റ് ഇതാണ്, ഇത് എങ്ങനെ പരാജയപ്പെടും നിങ്ങൾ പറയുന്നത് വെച്ചു.
ഞാൻ പറഞ്ഞു നമ്മളെ ഈ വെബ്സൈറ്റ് ലൈവ് ആക്കണത് ഓഫീസ് ഓപ്പൺ ചെയ്യുന്ന കാര്യം കോടതി പറ്റൂല എന്ന് പറഞ്ഞാൽ നമ്മൾ തോറ്റിയില്ലേ? അങ്ങനെ തോറ്റാൽ എന്നാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് ഹൈക്കോടതിയിൽ പോയിട്ട് പറയാമല്ലോ. അവിടുന്ന് എന്താ പറഞ്ഞത്? നിങ്ങൾ അവിടെ പോയി പറഞ്ഞിട്ട് വരീന്നല്ലേ? അവിടെ പോയി പറഞ്ഞപ്പോ ഇങ്ങനെ പറ്റൂല എന്നാ പറഞ്ഞെന്ന് പറഞ്ഞാൽ അവിടെ പോയിട്ട് പറഞ്ഞൂടെ? അതിന് വേണ്ടിയാണല്ലോ അത് ഇവിടെ കൊടുക്കണ്. അപ്പൊ ഇവിടുന്ന് പറ്റൂല പറഞ്ഞാൽ അവിടെ പോവാം. ഇനി അവിടുന്ന് പറ്റൂല എന്ന് പറഞ്ഞാലോ എന്ന് ചോദിച്ചു ഞാൻ. അപ്പൊ തോറ്റിയില്ലേ എന്ന് ചോദിച്ചപ്പോ അപ്പോഴാണ് മൂപ്പര് പറഞ്ഞ ഒരു പോയിന്റ്. ഒന്ന് കമ്പനിയും ഒന്ന് കമ്മ്യൂണിറ്റി അല്ലേ? കമ്മ്യൂണിറ്റി കൊടുത്ത കേസ് തോറ്റു എന്ന് വെച്ചാൽ കമ്പനി ജയിച്ചു എന്നല്ലേ അതിന്റെ അർത്ഥം? അപ്പൊ അവിടെ കമ്പനിക്ക് പരാജയം വരാം. കമ്പനി കൊടുത്ത കേസ് എന്താണ്? ഇവർ പറഞ്ഞ രീതിയിലാണെങ്കിൽ കമ്പനിന്റെ ഡാറ്റ വേണമെന്ന് പറഞ്ഞിട്ടാണ് ചോദിച്ചിട്ട്. അപ്പോൾ തരൂല എന്ന് പറഞ്ഞാൽ നമ്മൾ തോറ്റ് കമ്പനിയുടെ ഡാറ്റ പോവില്ല എന്ന് വിചാരിച്ച പോലെ. അല്ലാതെ അവിടെ ബെഡ്സിന്റെ കേസിനോ മറ്റുള്ള കേസുകൾക്കോ ഈ ഒരു കൊടുത്തിട്ട കേസായിട്ട് എന്ത് ബന്ധം? ഇത് സൊസൈറ്റി കൊടുത്തതല്ലേ നമുക്ക് ഇന്ന കാര്യങ്ങളൊക്കെ നടന്നു കിട്ടണം എന്ന് പറഞ്ഞ. അങ്ങനൊക്കെ പല കേസുകളും പല രീതിയിൽ കൂടി വരുമ്പോഴല്ലേ അതിലേക്കുള്ള ഒരു പ്രഷർ വരുള്ളൂ. അപ്പോ സൊസൈറ്റിയെ സംബന്ധിച്ചിടത്തോളം പലതും ചെയ്യണമെന്നുണ്ട്. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഞങ്ങൾ അത് ചെയ്തതുകൊണ്ട് ഇങ്ങനെ ആയി എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് സൊസൈറ്റിയെ കുറ്റപ്പെടുത്താൻ ഒരുപാട് ആള് വട്ടമിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. 100% നമുക്കറിയാൻ പറ്റുമോ ഇത് ചെയ്താൽ ചിലപ്പോൾ ഇങ്ങനെ ആവുന്നു? നമ്മൾ നന്മ ഉദ്ദേശിക്കുന്നതാവാം. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ സൊസൈറ്റി മെമ്പർമാർ ഓരോരുത്തരോട് പറയാണ്, നമ്മൾ ഇങ്ങനൊക്കെ കൊടുത്ത കേസുകൾ പിൻവലിക്കണം എന്നാണ് നിങ്ങളൊക്കെ അഭിപ്രായമെങ്കിൽ സൊസൈറ്റിക്ക് അങ്ങനെ കേസ് നടത്തണം എന്നൊന്നും ആഗ്രഹമില്ല. സൊസൈറ്റി കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. കേസ് നടത്താനോ കേസ് കമ്പനിന്റെ മാനേജ്മെന്റിന്റെ കേസ് നടത്തുന്നവർ നടത്തിപ്പോണ്ട്. ഞങ്ങളാണ് കേസ് നടത്തണമെന്നൊന്നും പറഞ്ഞ് അത് ഏറ്റെടുത്ത് കണ്ട് വലിയ ഇത് പറയാനൊന്നും നമ്മൾക്ക് ആഗ്രഹമില്ല. നമ്മൾ കമ്മ്യൂണിറ്റിന്റെ പ്രശ്നങ്ങൾക്ക് നമ്മളിപ്പോ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു. 5000-ഓളം ആളുകളെ വെച്ച് നമ്മൾ ധർണ നടത്തി. ആ ധർണ ഒരാൾക്ക് പോലും കാണാൻ പറ്റാതെ ഒരു ടിവിയിലോ മറ്റോ വരാത്ത രീതിയിൽ അതിനെ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞു. 35,000-ഓളം ആളുകളുടെ വക്കാലത്ത് നമ്മൾ കോടതിയിൽ എത്തിച്ചു. പല ആളുകളും പറഞ്ഞു എന്തേപ്പാ വക്കാലത്ത് കൊടുത്തതുകൊണ്ട് കാര്യം ഉണ്ടായത് എന്ന്. അവിടെ 67 ആളെ FIRന്റെ കാര്യം പറയുമ്പോഴൊക്കെ 35,000 ആളെ റിവൈവൽ പെറ്റീഷൻ മറ്റേ ബെഞ്ചിലുണ്ട് എന്ന് പറയാനെങ്കിലും രേഖപരമായിട്ടൊരു സാധനം അവിടെ ഉണ്ട്. അതുപോലെ തന്നെ തൃശ്ശൂർ കലക്ടർ ഒരു പത്രത്തിലും റേഡിയോ ന്യൂസിലും FM ഒക്കെ പരസ്യം വിട്ടു, ഐറിച്ചിൽ പണം നഷ്ടപ്പെട്ടവർ വരി ഇവിടെ വന്നിട്ട് ഇത് തരി. അതേ സമയത്ത് തന്നെ നമ്മൾ അവിടെ റിവൈവൽ പെറ്റീഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളും പദ്ധതി ഇട്ടു. 18,000 പെറ്റീഷൻ എത്തിക്കാൻ നമുക്ക് പറ്റി. ഇതിന്റെ യാഥാർത്ഥ്യം എനിക്കറിയില്ല. ഞാൻ വിവരാവകാശം കൊടുക്കാൻ ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതെത്ര വന്നു ഇതെത്ര വന്നു എന്നുള്ളത് അതിന്റെ കൃത്യം നമ്മളെ കയ്യിൽ കിട്ടിയാലേ നമുക്കത് പറയാൻ പറ്റുള്ളൂ. പക്ഷെ എനിക്ക് കിട്ടിയൊരു അറിവ്, ഇപ്പോഴും ഞാൻ പറഞ്ഞത് ശരിയോ തെറ്റോ എന്ന് എനിക്കറിയില്ല, വെറും 12 ക്ലെയിം പെറ്റീഷനാണ് അവിടെ വന്നിട്ടുള്ളത്. നമ്മളത് റിവൈവൽ പെറ്റീഷൻ 18,000 ആണ് എന്നുള്ളൊരു കണക്കാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ആ 12 തന്നെ 10 FIR ഇട്ടോലുമാണ്. പുതിയതായിട്ട് വന്നത് 2 പത്രത്തിൽ പരസ്യം കൊടുത്തിട്ട് റേഡിയോയിൽ ന്യൂസ് കൊടുത്തിട്ട് പല രീതിയിൽ കൊടുത്തിട്ട് ഈ ഐറിച്ചിൽ പണം നഷ്ടപ്പെട്ടോല് എല്ലാവരും കൂടിയാണ് ചെന്നിട്ട് ഈ കമ്പനീനാണ്ട് പൂട്ടിച്ചാന്ന് കരുതി. ഈ കമ്പനീന്റെ പ്രൊജക്ട് മനസ്സിലാക്കിയ ഒരാൾക്ക് ഇതിന്ന് പോകാൻ പറ്റൂല. കാരണം എന്താണ്? 3000 കോടി പിരിച്ചെടുത്ത കമ്പനി ഒരുപാട് ആൾക്ക് വിതരണം ചെയ്തു. ഇതെല്ലാം ഐറിച്ച് എന്ന് പറഞ്ഞത് മൾട്ടി പോയിന്റ് മെർക്കൻഡൈൽ എന്ന് പറഞ്ഞ ഒരു സിസ്റ്റാണ്. അതില് MLM-ന് 2016 MLM-ൽ വാറ്റ് കൊടുത്തിട്ട് അതിലൊരു പ്രൊഡക്റ്റും കാര്യം വെച്ച് വിൽക്കാനും പറ്റും എന്നുള്ള ഒരു അംഗീകാരം ഗവൺമെന്റ് കൊണ്ടുവന്നപ്പോ അതിന്റെ മറവില് ഒരു സാധനത്തിന് അതിന്റെ 3 ഇരട്ടി വില ഇട്ടിട്ട് ആളുകൾക്ക് വിറ്റിട്ട് ആ ഇരട്ടി കിട്ടുന്ന പൈസ ഓരി വെക്കണ ഒരു രീതിയിൽ ഉപയോഗമില്ലാത്ത ഉൽപ്പന്നം വിറ്റ് പോകുമ്പോ അതിന്റെ ന്യൂനത ക്ലിയർ ചെയ്യാനും നെറ്റ്വർക്കിന്റെയും ഡയറക്റ്റ് മാർക്കറ്റിന്റെയും റീപർച്ചേസിന്റെയും ഹോൾസെയിൽ കച്ചവടത്തിന്റെയും എല്ലാത്തിനെയും ഒരുമിച്ചൊരു കുടക്കീയിൽ കൊടുത്തിട്ട് അതില് മെമ്പർമാരായിട്ടുള്ള ആളുകളിൽ നിന്ന് കിട്ടുന്ന ഫണ്ടുകളെ പല രീതിയിലെ പ്രൊജക്ടുകളിലേക്ക് കൊടുത്തിട്ട് ആ പ്രൊജക്ടുകളിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റിനെ ഇങ്ങോട്ട് വാങ്ങിച്ച് കൊടുക്കാൻ വേണ്ടി പല പ്രൊജക്ടുകളിലും കമ്പനി കൊടുത്തിട്ടുക. ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്ത് കിടക്കുകയാണ്. ഒരുപാട് കാര്യങ്ങളിലേക്ക് ഫണ്ട് മുടങ്ങിക്കിടക്കുകയാണ്. നിങ്ങൾക്കറിയോ 2200 ഏക്കർ ഭൂമിയാണ് നമ്മളെ ഇതിന് പാട്ടത്തിന് നമ്മൾ എടുത്തിട്ടുള്ളത്. ഏതാവട്ടെ, നമുക്ക് ഈ കാര്യങ്ങളെല്ലാം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കണ 2200ഓളം ഏക്കർ സ്ഥലം നമ്മൾ എടുത്തിട്ട് ഓരോരുത്തർ നമ്മൾ ആ ഫാമിങ് നടത്തി. വേറെ ചില സ്ഥലത്ത് നമ്മൾ JCB ഇടിച്ച് നിരത്തി. വേറെ ചില സ്ഥലത്ത് നമ്മൾ വെള്ളത്തിന് ബോർവെൽ അടിച്ചു നോക്കുമ്പോൾ വെള്ളം കിട്ടായിട്ട് അവിടെ 2-3 അടിച്ചു. ഇതൊക്കെ പൈസ കുഴിച്ചിട്ടതാ.
ഈ ഐറിച്ചിന്റെ പൈസ വിതരണം ചെയ്ത് കളഞ്ഞത് എന്ന് പറയുമ്പോൾ ഇതൊക്കെ ആദ്യം മനസ്സിലാക്കണം. എത്ര അന്വേഷണ ഉദ്യോഗസ്ഥര് അവിടെ പോയി കമ്പനിന്റെ ഈ 2200 ഏക്കറുകളിലുള്ള പാട്ടത്തിനെടുത്ത സ്ഥലം അന്വേഷിച്ചു. അവിടെയൊക്കെ എന്തൊക്കെ ചെയ്തു നോക്കാൻ വരെ നോക്കിയിട്ടുണ്ട്. അതൊക്കെ ഈ വലിയ വലിയ പ്രൊജക്ടുകളല്ലായിരുന്നോ? ആ പ്രൊജക്ടുകൾ ഇവിടെ വന്നാലല്ലേ നമുക്ക് ആ പൈസ കിട്ടുള്ളൂ. ആ പ്രൊജക്ട് നടത്തുന്ന ആൾക്കാർക്ക് കമ്പനി കുറച്ച് ഫണ്ട് കൊടുത്തിക്കണമെങ്കിൽ ഈ 2 കൊല്ലമായിട്ട് പൂട്ടിക്കിടന്ന് ആ പ്രൊജക്റ്റിൽ നിന്ന് ഫണ്ട് തിരിച്ചു വരുമോ? അവർക്ക് ആർക്കെങ്കിലും തിരിച്ചു തരാൻ പറ്റുമോ? അപ്പൊ ഇതിനെ ഒറ്റടിക്ക് ഇല്ലാതാക്കിയിട്ട് ഇനി നമ്മൾ ഈ 200 ചില്ലാൻ കോടിക്ക് വേണ്ടിയിട്ട് FIR ഇട്ട് കാത്തുനിന്നിട്ട് ഇതെല്ലാരും മുട്ടായി ഒരുക്കണ മാതിരി ഈ പൈസ ഊരി വെച്ചതുകൊണ്ട് നമുക്ക് കാര്യമുണ്ടാ? നമ്മളെ പ്രൊജക്ട് റണ്ണായി നമുക്ക് കമ്പനി പറഞ്ഞിരുന്ന അതേ പ്രോഫിറ്റ് ആ പ്രൊജക്ടുകളിൽ തന്നെ കിട്ടണം എന്നുള്ളതല്ലേ നമ്മളെ ആവശ്യം. അതിനു വേണ്ടിയല്ലേ നമ്മൾ ഈ കമ്പനി തിരിച്ചു വരണം എന്ന് പറഞ്ഞ്. ഇന്ന് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാ ഈ കമ്പനിന്റെ കേസിൽ എന്തൊക്കെ ന്യൂനതകളുണ്ട്? രാത്രി 11 മണിക്ക് അല്ലെങ്കിൽ രാത്രി 10 മണിക്ക് കമ്പനിക്കെതിരെ FIR വരണേ, 10:30 മണിയാകുമ്പോഴത്തിന് കോമ്പീറ്റന്റ് അതോറിറ്റിക്ക് റിപ്പോർട്ട് പോണ്, അന്വേഷണമൊന്നുമില്ല. അതിലുള്ള അസോസിയേറ്റ് ചെയ്ത ഏതെങ്കിലും ഒരു വ്യക്തിയോട് എന്താണ് ഇവിടെ നടക്കുന്നത്, ഇതിൽ ബിസിനസ് ആണോ, നിങ്ങൾക്കാർക്കെങ്കിലും നഷ്ടം വന്നിട്ടുണ്ടോ, ഒരു അന്വേഷണവും നടക്കാതെ ഈ കമ്പനിക്കെതിരെ GST ഡിപ്പാർട്ട്മെന്റ് വരണേ. GST ഡിപ്പാർട്ട്മെന്റ് വന്നു നോക്കുമ്പോൾ 126 കോടിന്റെ GST അടച്ചത് കമ്മിയായിട്ട് വരണേ. ഇവിടെ നമ്മൾ GST അടച്ചതിൽ കമ്മി വരാൻ ഒരു സാധ്യതയില്ല. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ റെഡിയും കൂപ്പമേ ഇട്ടിട്ടുള്ളൂ. ആളുകൾ വാങ്ങുന്നതിനനുസരിച്ച് പൈസ അടക്കേണ്ടതുള്ളൂ. ഇവര് പറഞ്ഞത് നിങ്ങൾ വാങ്ങിയ പൈസക്ക് മുഴുവൻ GST അടക്കണം എന്നാ. എവിടുത്തെ GST കണക്കാണെന്ന് എനിക്കറിയില്ല. എന്താവട്ടെ, അങ്ങനെ ഞങ്ങൾ അടക്കേണ്ടതാണെങ്കിൽ അടക്കാൻ തയ്യാറായ ഒരു കമ്പനി, 51 കോടി അപ്പൊ തന്നെ എടുത്തു കൊടുത്തൊരു കമ്പനി, ബാക്കി പൈസക്ക് 15 ദിവസത്തെ ഗ്യാപ്പ് ചോദിച്ച ഒരു കമ്പനി, ആ ഗ്യാപ്പ് ചോദിച്ചിട്ട് അതിന് സൈൻ ചെയ്യാൻ വിളിച്ചിരുത്തിയിട്ട് MDനെ അറസ്റ്റ് ചെയ്തത് എന്തിന്? അവിടെ MDക്ക് 4 ദിവസം കഴിഞ്ഞ് ജാമ്യം കിട്ടിയപ്പോ 51 കോടി അടക്കുകയും ബാക്കിക്ക് ഗ്യാപ്പ് ചോദിക്കുകയും ചെയ്ത വ്യക്തിയെ അറസ്റ്റ് ചെയ്ത നടപടി ശരിയല്ല എന്ന് പറഞ്ഞത് ഇല്ലേ? ഒരു കമ്പനി, ആ കമ്പനിയിൽ 16 ലക്ഷം ആളുകളുണ്ട്, 8 വർഷമായിട്ട് 100 രൂപ പോലും ഒരാൾക്ക് കൊടുക്കാനില്ലാതാവുമ്പോ പുറത്തുനിന്ന് വന്ന ഒരു കേസിൽ ഒരു കമ്പനി പൂട്ടണ്. എന്നാ പുറത്തുനിന്ന് കേസ് കൊടുത്തോ? നിയമസഭയില് കൈക്കൂലിക്കാരൻ എന്ന വീഡിയോ നാട്ടിൽ മുഴുവൻ പ്രചാരാണ്. അവന്റെ ഉദ്ദേശശുദ്ധിയെങ്കിലും ഒന്ന് പഠിക്കണ്ടിന്നില്ലേ? ഈ അംഗങ്ങൾക്ക് ആർക്കും ഇല്ലാത്തൊരു പരാതി, അത് പുറത്തുനിന്ന് വരണേ. എന്നിട്ട് നമ്മൾ കേസ് നടത്തിയിട്ട് ഇവിടുന്ന് നമുക്ക് ബഡ്സിൽ വന്നു. അതിനുശേഷം നമ്മൾ ഹൈക്കോടതിയിൽ നിന്ന് നമുക്ക് അനുകൂല വിധി വരണേ. അനുകൂല വിധി വന്നപ്പോ രാത്രി 10 മണിക്ക് വീണ്ടും ഫ്രീ ചെയ്യണേ. ആർക്ക് വേണ്ടി? അതിന് നമ്മൾ അവരോട് ചോദിച്ചപ്പോ അങ്ങനത്തെ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ 10, 12, 1 മണിക്കൊക്കെ അവർ ഉണർന്ന് പ്രവർത്തിക്കും. ആയിക്കോട്ടെ, അങ്ങനെ ഉണർന്ന് പ്രവർത്തിക്കണേന് നമുക്ക് വിരോധമില്ല. കാരണം ഈ കമ്പനിന്റെ MDയും വൈഫും ഒക്കെ ഈ ഫണ്ട് എടുത്ത് മുങ്ങും നാളെ നേരം വെളുക്കുമ്പോത്തിന് എന്നുള്ളത് കൊണ്ട് നമുക്ക് വേണ്ടിയിട്ട് സേവ് ചെയ്തതാവാം. ഇത് പബ്ലിക് മീറ്റിംഗ് ആണെന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ നമുക്ക് വേണ്ടി സേവ് ചെയ്തതാവാം. പക്ഷേ അതിമ ഈടിന്റെ അറ്റാച്ച്മെന്റ് ഉണ്ട് എന്നും അത് ഒരാൾക്കും ആ ഫണ്ട് എടുക്കാൻ പറ്റൂല എന്നും കൃത്യം ബോധ്യം ഉണ്ടായിട്ടും ആ 12 മണി 10 മണിക്കൊക്കെ ഉള്ള ആ വീണ്ടുമുള്ള ആ ഒരു ലോക്കിങ് എന്തിനായിരുന്നു? അത് കഴിഞ്ഞിട്ട് വീണ്ടും ആ ഒരു ജഡ്ജ്മെന്റിൽ വരിക, നിങ്ങൾക്ക് വേറെ പുതിയതായിട്ട് എന്തെങ്കിലും അന്വേഷണം നടത്തുന്നതിന് കുഴപ്പമില്ല എന്ന് പറഞ്ഞപ്പോ ആ പഴയ FIR വെച്ചിട്ട് തന്നെ വീണ്ടും പൂട്ടണം. അപ്പൊ വേറെ FIR ഇടണ്ടേ? പഴയ FIR ഇവിടെ തള്ളിയില്ലേ കോടതിയില് ആ കേസ്. അപ്പൊ വേറൊരു FIR ഇടേണ്ടടുത്ത് പഴയ FIR വെച്ച് തന്നെ രാത്രി പൂട്ടണ്. ഇനി അതും വേണ്ട, 6 മാസം പോലെ കേസ് മുന്നോട്ട് പോയപ്പോഴാണ് രാത്രി അടുത്ത സമയത്ത് ധൃതി പിടിച്ച് ചെയ്തതല്ലേ, കമ്പനിന്റെ പേര് എഴുതാൻ വിട്ടുപോയി. അതിൽ പ്രതാപന്റെ ശ്രീനന്റെ അക്കൗണ്ടാ രാത്രി ഫ്രീസായത്, കമ്പനിന്റെ ഫ്രീസായിട്ടില്ല. 6 മാസം വരെ കമ്പനി ഓപ്പൺ ചെയ്ത് തന്നൂടായിരുന്നു. എന്നിട്ട് 6 മാസം കഴിഞ്ഞപ്പോ PP പറയാം അന്ന് കമ്പനിന്റെ പേര് എഴുതാൻ ഒരു അബദ്ധം പറ്റിയതാണ്. അപ്പൊ ഈ അബദ്ധം ഇവർക്കൊക്കെ പറ്റാം. എന്താ ഐറിച്ചിനൊരു അബദ്ധം പറ്റിക്കണമെങ്കിൽ അത് തിരുത്താൻ പറഞ്ഞാല് എത്ര ജനങ്ങളെ ജീവിതം തിരിച്ചു കിട്ടും? അവർക്ക് അബദ്ധം പറ്റുമ്പോ അതിൽ എഴുതി ചേർക്കാം. അങ്ങനെ ജഡ്ജിമെന്റ് പറയാൻ വേണ്ടിയിട്ട് മാത്രം കമ്പനിന്റെ പേര് ചേർത്തതാ, നിങ്ങൾക്കറിയോ? എന്നിട്ട് നമ്മൾ കൊടുത്ത കേസും വിജയിക്കണ്, അവിടെ കൊടുത്ത കേസും വിജയിക്കണ്. ഇങ്ങനെ ഓരോ രീതി വെച്ച് നോക്കുമ്പോഴും മറ്റുള്ള ഒരു കേസും വെച്ച് നോക്കാത്ത രീതിയിൽ ഈ കേസിന് ആരോ ഇങ്ങനെ കൊണ്ടുപോകണം. നമ്മളെ വക്കീലന്മാരാരും കേസ് നീട്ടിക്കൊണ്ടുപോകുന്നില്ല. കേസ് എത്രയും പാസ്സാക്കാൻ വേണ്ടിയിട്ട് അവരൊക്കെ പരമാവധി ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ ഇടയിൽ വരുന്ന ഇങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോഴാണ് ഇത്തരം പ്രശ്നത്തിലേക്ക് പോണത്. അതുകൊണ്ട് ഞാൻ കൂടുതൽ നീട്ടി
പറഞ്ഞു പോകുന്നില്ല. സൊസൈറ്റിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ആളുകളെ ബാങ്കിലേക്ക് ലെറ്റർ കൊടുത്തു. നിങ്ങളൊരു വോയിസ് കേട്ടിട്ടുണ്ടാവും, സൊസൈറ്റിക്ക് എന്ത് ചെയ്യാൻ പറ്റും. സൊസൈറ്റി കൊടുത്ത ലെറ്ററും ജപ്തി നടപടിക്ക് വന്ന ഒരു വ്യക്തി പോയിട്ട് മാനേജർക്ക് ലെറ്റർ കൊടുത്തപ്പോ മാനേജർ അവിടെ ഇരുന്ന് വിളിച്ചു പറയാ, ഈ വ്യക്തിയുടെ വീട്ടിലേക്ക് 3-4 മാസത്തേക്ക് ഒരു കോള് പോലും പോവാൻ പാടില്ല ലോൺ ചോദിച്ചിട്ട്. സൊസൈറ്റിന്റെ ലെറ്ററാണ്. ഈ വ്യക്തിയായ ഞാൻ സൊസൈറ്റിന്റെ പ്രസിഡന്റ് ആണെങ്കിലും എന്റെ വീട്ടിൽ വന്നിട്ട് ഈ ലോൺ അടച്ചില്ല എന്നുണ്ടെങ്കിൽ നാളെ പത്രത്തിൽ നിങ്ങൾ പരസ്യം കൊടുക്കും. പത്രത്തിൽ കൊടുക്കുന്ന പരസ്യത്തിന്റെ പൈസയും കൂടി നിങ്ങൾ തരണം, ജപ്തി നടപടിയിലേക്ക് പോകും. ഞാൻ ഒന്നും ആലോചിച്ചില്ല, ഞാൻ സൊസൈറ്റിന്റെ പ്രസിഡന്റാണെന്നൊന്നും പറഞ്ഞില്ല. അബ്ദുൽ ബാരി എന്ന വ്യക്തി ഈ സൊസൈറ്റിയിലെ ഒരു മെമ്പറാണ്. അദ്ദേഹത്തിന് സമയം അനുഭവിച്ചു കൊടുക്കണം. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. 3 മാസത്തിലേറെ എനിക്കും നീട്ടി കിട്ടി. അത് കഴിഞ്ഞിട്ട് വീണ്ടും എന്നെ വിളിച്ചപ്പോ ഞാൻ 1-2 കാര്യങ്ങൾ പലരോടും ചോദിച്ചു പഠിച്ചിക്കാണ്ട് മറ്റൊരു പേപ്പർ കൊടുത്തപ്പോ ഒരു 6 മാസം കൂടി നീട്ടി കിട്ടി. ഇനി അങ്ങനെ പല ആളുകൾക്കും കൊടുത്തു. ഇന്ന് 3 ആൾക്ക് കൊടുത്തു. ഇതൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ അനീസാർ നേരത്തെ പറഞ്ഞ പോലെ പാവപ്പെട്ട ഒരുപാട് പെൺകുട്ടികളെ കല്യാണം നമ്മളെല്ലാവരും സഹായിക്കുകയാണ്. അതുപോലെ തന്നെ രോഗികള് ഇന്ന് കൊടുത്തിട്ടുണ്ട്. തിരുവനന്തപുരത്തെ ക്യാൻസർ രോഗിക്ക് നമ്മളത് പിരിക്കാൻ വേണ്ടിയിട്ട് ഇന്നലെ നമ്മൾ മിഞ്ഞാന്ന് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. ഇങ്ങനെ ഓരോ ദിവസവും നമ്മൾ ചെയ്യണേ. ഓണത്തിന് നമ്മൾ കിറ്റ് കൊടുത്തു. ഇങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ചെയ്യണേ. ഇപ്പൊ നമ്മൾ കൊടുത്ത ഒരു കേസ് ഉണ്ട്, അല്ല ഒരു എല്ലാവരോടും കൂടി പറയാണ്. നമ്മൾ ഇപ്പൊ ഒരു ഫോം ഇറക്കിയിട്ടുണ്ട്, ഗൂഗിൾ ഫോം. ബാങ്ക് ലോണുള്ള ആൾക്കാരെ കാര്യത്തിലാണ് നമ്മൾ അത് കൊടുത്തിട്ടുള്ളത്. സൊസൈറ്റിയിലുള്ള മെമ്പർഷിപ്പ് എടുത്തവർക്ക് മാത്രമേ അത് പറ്റുള്ളൂ. കാരണം കേസുമായി ബന്ധപ്പെട്ട് അങ്ങനെ പോകുമ്പോൾ സൊസൈറ്റി മെമ്പർ അല്ലെങ്കിൽ അത് ലീഗലി പ്രശ്നം വരും. അതുകൊണ്ട് സൊസൈറ്റി മെമ്പർമാരെ കാര്യം നമുക്ക് പറയാൻ പറ്റും. അതിൽ എന്താണ് നിങ്ങളെ ലോൺ നമ്പറും നിങ്ങളെ അക്കൗണ്ട് നമ്പറും കാര്യങ്ങളും എത്ര ലോൺ എടുത്തതെന്ന് പറഞ്ഞാൽ ഈ ലോൺ എടുത്തോ കൂടി അരിച്ചു കൊണ്ടിട്ടതായിക്കൊള്ളണമെന്നില്ല. നമ്മൾ ഓരോരുത്തരും പല കാര്യത്തിനും ലോൺ എടുക്കും. പക്ഷെ 2 വർഷം വരെ കൃത്യമായിട്ടും ലോൺ അടച്ചു പോയിരുന്ന ആൾക്കാരാണ് നമുക്ക് കൃത്യമായൊരു വരുമാനം ഉണ്ടായിരുന്നു. ഒരു ലോൺ പോലും മുടങ്ങാതെ അടച്ചു പോയിരുന്ന ആളുകളാ. 2 വർഷമായിട്ട് അതൊക്കെ മുടങ്ങിയിട്ടുണ്ട്. എന്നാൽ കമ്പനിന്റെ അക്കൗണ്ട് എടുക്കുന്ന പൈസക്ക് ഭൗതിക ഇൻട്രസ്റ്റ് കിട്ടണുള്ളൂ. നമുക്ക് തരാനുള്ള നമ്മൾ കൊടുക്കാനുള്ളടത്ത് ഡബിൾ ഇൻട്രസ്റ്റ് കയറി. ഇതൊക്കെ ഇതൊക്കെ വെച്ചിട്ട് ഒരാൾക്കൊരു നോട്ടീസ് വരികയാണ്. ആ നോട്ടീസിൽ ഓൻ നെഞ്ഞത്തും കൈവച്ച് കണ്ട് ഓൻ കിടന്ന് രാവിലെ ഉണർന്നില്ലെങ്കിൽ ആർക്ക് പോയി? ഞാൻ എൻ്റെ മക്കളെ മുഖത്ത് എങ്ങനെ നോക്കും? ഈ വീട് നാളെ പോയാൽ ഞാൻ എന്ത് ചെയ്യും എന്ന് ചിന്തിച്ച് കിടന്നുറങ്ങി വ്യക്തി രാവിലെ എണീറ്റില്ലെങ്കിൽ ആർക്കാണ് നഷ്ടം? അതുകൊണ്ട് അത്തരക്കാർക്ക് വേണ്ടി ഒരു സമാധാനം കിട്ടാൻ വേണ്ടി നിങ്ങൾ ലോൺ നമ്പറും കാര്യങ്ങളും നിങ്ങൾ എടുത്ത എമൗണ്ടും ആ പൈസ നമ്മളെടുത്ത് പിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടല്ല. നമുക്ക് കോടതിയിൽ അറിയിക്കാൻ പറ്റുമോ? ഇതൊന്ന് സ്പീഡാക്കി തരാൻ പറ്റുമോ? ഇത്രയും ആളുകൾ പ്രതിസന്ധിയിലാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോഴും ഇവിടെ ആളുകൾ വേറെ രീതിയിൽ കൂടുന്നു. ഇനി സൊസൈറ്റി പോയി കാണുന്ന ഒരു അയ്യ ഫയൽ ചെയ്തിട്ട് കേസ് ഇഞ്ഞും നീണ്ടു പോവുകയാണെച്ചാൽ വിവരം അറിയും. എന്ത് വിവരാ നിധിയിലേറെ അറിയാനുള്ളത്? ഇനി 6 അടി മണ്ണ് മാത്രമേ മുന്നിലുള്ളൂ. അതിന്റെ മുന്നിൽ വേറെ എന്ത് വിവരം ഞാൻ അറിയാനുള്ളത്? എന്തെങ്കിലും ചെയ്തു നോക്കണ്ടേ? ഇതിന്ന് കഴിച്ചിലാവണ്ടേ? എത്ര കാലം ഇത് വെച്ച് മുന്നോട്ട് പോകും? അങ്ങനെ കോടതിയിൽ കൊടുക്കുമ്പോ ഇന്റെ ഇഷ്ടത്തിനാണ് പോയിട്ട് ആ ജഡ്ജിന്റെ ഇതിൽ റേഷൻ കാർഡിൽ പോയി കണ്ട് കാർഡ് വെക്കണല്ല കേസ്. ഒരു വക്കീലാണ് കൊടുക്കുക. ആ വക്കീൽ നമ്മളോട് പറയാണ് ഈ സംഗതി കോടതിക്ക് കയറി കഴിഞ്ഞാൽ നമ്മളെ കേസിനെ ബാധിക്കുമെന്ന് വക്കീൽ പറഞ്ഞാൽ അത് കൊടുക്കാതിരുന്നാൽ പോരെ? അങ്ങനെ വരുമ്പോ നമുക്ക് അവിടെ വീണ്ടും ഓപ്ഷൻ ഉണ്ട്. സൊസൈറ്റി കൊടുത്ത കത്ത് സാധാ ബ്രാഞ്ചിലേക്കാണ്. ഈ ആളുകൾക്കൊക്കെ വന്നിട്ടുള്ള തെറ്റി നിൽക്കുന്ന ആളുകൾക്ക്, ജപ്തി നടപടി നടക്കുന്ന ആൾക്കാർക്ക് ഇവരൊക്കെ ബാങ്കിന്റെ കൃത്യമായ ഹെഡ് ഓഫീസ് നമുക്ക് കിട്ടും. ആ ഹെഡ് ഓഫീസിലേക്ക് നമ്മളെ വക്കീലിനെ കൊണ്ടൊരു ലെറ്റർ പിടിക്കുക. ഈ വ്യക്തികൾക്ക് ബിസിനസ്സും കാര്യങ്ങളും സ്റ്റോപ്പായതാണ്, അവർക്ക് ഇത്ര ഫണ്ട് ഇവിടെ ഉണ്ട്, അവർക്ക് കേസ് നടത്തുന്ന വക്കീലാണ് ഞങ്ങൾ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിട്ടാലും ഈ ഹെഡ് ഓഫീസത്തെ പ്രഷറാണ് ഓരോ ബാങ്കുകാരും നമ്മളോട് കാട്ടല്. അവിടെ സ്ലോ ആക്കാനും നമുക്ക് പറ്റും. ഇങ്ങനൊക്കെ ഒരു കാര്യങ്ങൾക്ക് വേണ്ടി നമ്മളൊന്ന് ചെയ്താൽ അത് അതിലേറെ ഉപദ്രവമാക്കുക. 2 കൊല്ലം നീട്ടിക്കൊണ്ടുപോയത് സൊസൈറ്റി ഒന്നും അല്ലല്ലോ. ഇനി നീളാണെങ്കിൽ നീളട്ടെ എന്ന്. എന്തായാലും ഇതിനൊരു തീരുമാനമാവണ്ടേ? അതിന് നമുക്ക് ചെയ്യേണ്ടത് ചെയ്യണ്ടേ? നിങ്ങൾ പറയുകയാണെങ്കിൽ ഞങ്ങൾ മറ്റൊന്നും ചെയ്യണില്ല. പക്ഷെ ഇവിടെ ചെയ്യാൻ പറ്റാത്ത കുറെ കാര്യങ്ങൾ ഒരു ഭാഗം നേരാക്കുമ്പോൾ മറ്റുള്ളവർത്തുനിന്ന് അതിനെ എതിർക്കുമ്പോൾ നമ്മൾ കാരണം ഇതിനൊരു കോട്ടം തട്ടരുത് എന്നുള്ള വെക്കാം. ഞാൻ കൂടുതലായിട്ട് സംസാരിച്ചു പോയി തോന്നുന്നുണ്ട്, സോറി. അപ്പൊ ഞാൻ സൊസൈറ്റി നൽകിയ കേസിന്റെ ഒരു വിഷയങ്ങളെ പറ്റി പറഞ്ഞു. പിന്നെ 140ഓളം MLA-മാരോട് എനിക്ക് പറയാനുള്ളത്, എന്താണ് നിങ്ങൾക്കൊക്കെ പണി? സത്യത്തില് പൊന്നാനിയുള്ള MLA-ക്ക് ഞാൻ ഇവിടുന്ന് പോയി കണ്ട് വോട്ടർസ് വിളിച്ച് പോയിട്ടല്ല ഹർജി തന്നിട്ടുള്ളത്. നിങ്ങൾക്ക് വോട്ട് ചെയ്ത നിങ്ങളെ
മണ്ഡലത്തിലുള്ള വ്യക്തികള് നിങ്ങളെടുത്ത് കൊണ്ടുവന്ന് തന്ന ഒരു എന്തുകൊണ്ട് നീ നിയമസഭയിൽ അവതരിപ്പിച്ചില്ല? നിങ്ങൾക്ക് അവർ വോട്ട് ചെയ്തോലാണ് നിങ്ങളെടുത്ത് എത്തിയിട്ടുള്ളത്. അല്ലാതെ എല്ലാ MLA-മാരെടുത്തും എല്ലാ MP-മാരെടുത്തും ഒരു ഓട്ടോറിക്ഷയിൽ ഒരേ ടീമല്ല ഇവിടെ നടന്നിട്ടുള്ളത്. അതാത് വോട്ട് ചെയ്ത് അതാത് മണ്ഡലത്തിലുള്ള ആളുകള് നിങ്ങളെ മുന്നിൽ കൊണ്ടുവന്ന് നിങ്ങൾക്ക് യാഥാർത്ഥ്യം വിളിച്ചറിയിച്ച ആ ഒരു സംഭവത്തിന് എന്തുകൊണ്ട് നിയമസഭയിൽ കൊണ്ടുവരാതെ നിങ്ങൾ കട്ടതും മുക്കിയതും മാത്രം സംസാരിച്ച് ഈ നിയമസഭയുടെ കാലങ്ങൾ കഴിച്ചു കൂട്ടിയില്ലേ? എത്ര ആളുകൾ ഇവിടെ ജീവൻ മരണ പോരാട്ടമായിട്ട് കിടക്കണേ? ഒരു വാക്ക് നിങ്ങൾക്ക് നിയമസഭയിൽ പറയാൻ പറ്റുമോ? അതുകൊണ്ട് തന്നെ പഞ്ചായത്ത് ഇലക്ഷൻ വന്നപ്പോ ഞങ്ങൾ കുറെ ആളുകൾ ഈ പ്രാവശ്യം വോട്ട് ചെയ്തിട്ടില്ല. അതിന്റെ ഗുണവും ദോഷവും നിങ്ങൾ രണ്ട് ടീമും അറിഞ്ഞിട്ടുണ്ടാവാം. മൂന്നാം ടീമിനെ കുറിച്ച് ഞാൻ ഇപ്പൊ പറയണില്ല. അതേ MLA-മാരോട് എനിക്ക് പറയാനുള്ളത്, വരികണിഞ്ഞും എലക്ഷൻ, ഞാൻ പാർട്ടികളെ വെല്ലുവിളിക്കല്ല. എനിക്ക് ഒരു പാർട്ടിനോടും ഒരു താല്പര്യമില്ലാത്തൊരു വ്യക്തിയാണ്. പക്ഷേ നിങ്ങളെ എന്തിനാണ് വോട്ട് ചെയ്ത് അങ്ങോട്ട് അയച്ചത്? അപ്പൊ നിങ്ങൾക്കൊരു പക്ഷെ പറയാം, കോടതിയിൽ കേസ് നടക്കല്ലേ, അല്ലെങ്കിൽ നിങ്ങളൊരു കള്ളക്കമ്പനി അല്ലേ, നിങ്ങളൊരു തട്ടിപ്പ് കമ്പനി അല്ലേ, അതിന് വേണ്ടിയിട്ട് ഞാൻ പോയി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനും കള്ളനാവൂലേ? അങ്ങനെയാണ് ഈ മുരളീധരനെ അറസ്റ്റ് ചെയ്യണ്ടേ? 5000-ഓളം ആളുകൾ നടത്തിയ ധർണക്ക് ആൺകുട്ടിയെ പോലെ വന്ന് ഉദ്ഘാടനം ചെയ്ത് തന്ന മുരളീധരനെ പിടിച്ചുണ്ടായ നിങ്ങൾക്ക് എന്തുകൊണ്ട് ഞങ്ങളെ നാട്ടിലുള്ള ആളുകൾ വന്ന് പറഞ്ഞിട്ടുണ്ട്, സാർ ഇതിന്റെ യാഥാർത്ഥ്യം ഞങ്ങൾക്ക് അറിയില്ല, പക്ഷെ ഇത് കൃത്യമായ ഒരു അന്വേഷണം നടത്തി വേഗതയിനൊരു തീർപ്പാക്കണം എന്നുള്ളതെങ്കിലും പറഞ്ഞുകൂടായിരുന്നു. അതുപോലും പറയാൻ നിങ്ങൾക്ക് പറ്റിയില്ലല്ലോ. എത്ര പ്രയാസപ്പെട്ട അങ്ങക്ക് ഞങ്ങൾ അത് എഴുതി തന്നത്, എത്ര ഉറപ്പൊഴിച്ചാണ്, എത്ര പ്രതീക്ഷ വെച്ചിട്ടാണ് ഓരോ വരികളും ഞങ്ങളെ MLA ഇതിനൊരു തീരുമാനം ഉണ്ടാക്കും എന്ന് വിചാരിച്ച് ഞങ്ങൾ എഴുതി തന്നത്. അതിനൊരു പുല്ല് വില കൽപ്പിച്ചില്ലേ നിങ്ങൾക്ക് അല്പമെങ്കിലും ഞങ്ങളോട് ബഹുമാന മര്യാദ ആദരവ് ഉണ്ടെങ്കിൽ ഈ എലക്ഷൻ വരുന്നതിന് മുമ്പെങ്കിലും ഞങ്ങൾക്ക് വേണ്ടി ഒരു വാക്കെങ്കിലും എവിടെയെങ്കിലും സംസാരിക്കും. ഒരു പത്രസമ്മേളനം വെച്ചിട്ടെങ്കിലും പറയും. ഒരുപാട് ആളുകളാണ് ഒരു കമ്പനിക്ക് വേണ്ടി കാത്തു നിൽക്കുന്നത്. പത്രത്തിൽ പരസ്യം കൊടുത്തിട്ട് പോലും പണം നഷ്ടപ്പെട്ട ആൾക്കാര് കയറി വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ധൈര്യത്തിൽ പറഞ്ഞൂടെ അവർക്ക് എന്താണ് ആവശ്യത്തെ ചെയ്തു കൊടുക്കാൻ? സോറി സുഹൃത്തുക്കളെ, ഞാൻ വല്ലാണ്ട് നീണ്ടുപോയി. ഇത്രയൊന്നും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമില്ലായിരുന്നു ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ദിവസം ഇത് വെച്ചപ്പോ തന്നെ ന്യൂ ഇയർ ആണ്, അതുകൊണ്ട് ഇന്ന് ആരും വരൂല, ഇന്ന് വേണോ എന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞ വാക്ക് ഇതാണ്: ന്യൂ ഇയർ ആഘോഷിക്കുന്നവർക്കുള്ളതല്ല നമ്മളെ സൂം, ആഘോഷിക്കാൻ ആവതില്ലാതെ ബുദ്ധിമുട്ടുന്നവർക്കുള്ള സൂമാ. അവരിതിൽ വന്നോളൂ. പക്ഷെ ചെറിയ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് പോവാന്ന് കരുതിയപ്പോഴാ ഇതിൽ ഞാൻ 1-2 ആളെ കണ്ടതുകൊണ്ട് എനിക്ക് ഇതൊക്കെ പറയേണ്ടി വന്നത്. അതുകൊണ്ട് സോറി, നിങ്ങളൊക്കെ ക്ഷമിക്കുക അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. പിന്നെ ഓക്കെ, ഏതായാലും എല്ലാവർക്കും പുതുവത്സര ആശംസ പറയാനാണ് നടന്നിരിക്കുന്നത്. ഞാൻ എന്തോ തപ്പാണ്, എന്തോ ഒരു സംഗതിൻ്റെ ഇരുന്ന് വിട്ടുപോയിട്ടുണ്ട്. അപ്പോ വളരെ നല്ല ഒരു വർഷം വരട്ടെ. ഏതാനും കഴിഞ്ഞു പോയതിനെ പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല. ഇങ്ങനെ ഒരു വർഷം നമ്മളെ ജീവിതത്തിൽ കഴിഞ്ഞിട്ടുണ്ടാവില്ല. ഒരു വയസ്സ് പോയ ബുദ്ധിമുട്ട് അത് വേറെ ഉണ്ട്. പിന്നെ ഒരു സമാധാനം ഉള്ളത്, കൊറോണന്റെ 2 കൊല്ലം ഇപ്പൊ കൂട്ടണില്ല അത്ര. അതുകൊണ്ട് അത് കുറഞ്ഞ ഒരു ഫീലുണ്ട്. ഇപ്പൊ ഇവിടെ ഓരോന്ന് കൂടണമുണ്ട്. ഏതായാലും വേണ്ടിയില്ല, വരാൻ പോകുന്ന വർഷം ഹൈറിച്ചിലുള്ള ഓരോ വ്യക്തികളുടെയും വരുമാനം ജീവിതവും തിരിച്ചു കിട്ടുന്നതാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്ക് നിർത്തുകയാണ്. താങ്ക് യു. ബരി സാറ് വളരെ വൈകാരികമായിട്ടാണ് നമ്മോട് സംസാരിച്ചത്. കേസ് സംബന്ധമായിട്ടുള്ള ഒരുപാട് സംശയങ്ങൾ നിങ്ങൾക്ക് മാറിക്കാണുമെന്ന് വിചാരിക്കുന്നു. അദ്ദേഹം വളരെ വൈകാരികമായിട്ട്, നമ്മൾ ആളെ ഇങ്ങനെയൊരു സൂം മീറ്റിംഗ് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഓർക്കണ്ടാം. അദ്ദേഹത്തിന്റെ വീടുകൾക്ക് വേണ്ടിയിട്ടോ മറ്റുള്ളൊരു കൂട്ടം ആളുകൾക്ക് വേണ്ടിയിട്ടില്ല, മൊത്തം 16 ലക്ഷം ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ അടുത്ത് എന്തെങ്കിലും ഒരു തെറ്റുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾക്ക് തിരുത്തി കൊടുക്കാനും, കൂടെ തന്നെ പുറത്തുനിന്ന് നമുക്ക് ഒരുപാട് കമന്റുകൾ പല ഗ്രൂപ്പിൽ നിന്നും ഏതാണ് ഈ മലവാണങ്ങൾ നടത്തുന്ന സൂം മീറ്റിംഗിൽ എന്താ പറയുന്നത് നോക്കട്ടെ എന്നൊക്കെ ഒരു ടെക്സ്റ്റ് മെസ്സേജ് കണ്ടു. പ്രിയ സുഹൃത്തുക്കളോട് പറയാനുള്ളത്, ആരെയും വെല്ലുവിളിച്ചുകൊണ്ടല്ല ഞങ്ങൾ മീറ്റിംഗ് നടത്തുന്നത്. കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ട് നമ്മൾക്ക് എല്ലാവർക്കും ഒന്നിച്ച് ഈ 16 ലക്ഷം കമ്മ്യൂണിറ്റിക്ക് തീരാ ദുരിതത്തിലായ ആൾക്കാരെ 2026 നമുക്ക് രക്ഷിക്കാൻ കഴിയണം. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് നിന്നുകൊണ്ട് ഒരൊറ്റ മനസ്സും വേറിട്ട ശരീരമൊക്കെ എല്ലാവർക്കും ഒത്തുചേർന്നുകൊണ്ട് ഒന്നിച്ചാണ് നമ്മൾ കേസായിട്ട് മുന്നോട്ട് പോകേണ്ടത്.
എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അത് പരസ്പരം നമ്മൾ ഒരു കുടുംബാംഗത്തെ പോലെ ഒരു ബെഞ്ചിന്റെ അപ്പുറപ്പുറം ഇരുന്നു കൊണ്ട്, ഒരു മേശയുടെ അപ്പുറപ്പുറം ഇരുന്നു കൊണ്ട് പരിഹരിച്ചു പോവുക. കാരണം വെച്ചാൽ നമുക്ക് എന്തും ഫൈനലായിട്ടുള്ള തീരുമാനങ്ങളെല്ലാം നമുക്ക് തെറ്റുകൾ വന്നത്, അപ്പം അത് അഡ്വക്കേറ്റ് മുഖാന്തരം അല്ലെങ്കിൽ നമ്മുടെ CA മുഖാന്തരം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചർച്ച ചെയ്തിട്ട് മുന്നോട്ട് കൊണ്ടുപോവുക. വെല്ലുവിളികൾ ഞങ്ങൾ സൊസൈറ്റിക്കാർ ഇഷ്ടപ്പെടുന്നില്ല. വെല്ലുവിളി ഏറ്റെടുക്കാൻ കഴിയാഞ്ഞിട്ട്, ധൈര്യമില്ലാഞ്ഞിട്ടല്ല, നട്ടല് പണയം വെച്ചിട്ടുമല്ല, ഈ ജനങ്ങളെ ഓർത്തിട്ട്, ഈ പാവപ്പെട്ട ജനങ്ങളെ ഓർത്തിട്ട്. കാരണം ഇതൊരു വാട്സപ്പ് ഗ്രൂപ്പിൽ ഉള്ള 1000 ആൾക്കാരല്ല, ഇത് ജനലക്ഷങ്ങൾ, ആയിരങ്ങൾ, പതിനായിരങ്ങളാണ് ഡെയിലി നമ്മൾ ഓരോ കാര്യത്തിനു വേണ്ടി കരഞ്ഞു വിളിക്കുന്നത്. അവരെ കൂടെ നിർത്താൻ വേണ്ടിയിട്ടാണ് എല്ലാവരും കൂടെ ഉണ്ടാവുക. നമ്മൾ വൈകിയ വേളയിൽ നമ്മൾ ഈ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാൻ നമ്മുടെ പ്രിയപ്പെട്ട നമ്മളെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് മെമ്പറായ രാകേഷ് സാറിനെ വളരെ സ്നേഹത്തോടെ ക്ഷണിച്ചുകൊള്ളുന്നു. രാകേഷ് സാർ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ രാകേഷ് കണ്ണൂർ, സ്റ്റേറ്റ് കമ്മിറ്റി അംഗം കൂടിയാണ്. ഒരുപാട് പ്രത്യക്ഷത്തിലൊന്നും വരാറില്ലെങ്കിലും സൊസൈറ്റി ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളിലും ഞാനും പങ്കാളിയാണെന്ന് ഞാൻ അഭിമാനപൂർവ്വം ആദ്യമായി പറയുകയാണ്. എന്തായാലും ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോഴും സൊസൈറ്റിയെ ഒരുപാട് പ്രതീക്ഷയോടെ, വിശ്വാസത്തോടെ, ക്ഷമയോടെ കേട്ടിരുന്ന മുഴുവൻ അംഗങ്ങൾക്കും ആദ്യമേ എൻ്റെ നന്ദി അറിയിക്കുകയാണ്. അതുപോലെ നമ്മുടെ കേസ് നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന നമ്മളെ മാനേജ്മെന്റിനും അഡ്വക്കേറ്റ്സിനും, നമുക്ക് ഒരുപാട് ലീഗൽ കാര്യങ്ങൾ, ഒരുപാട് നമ്മളെ കേസിന്റെ അപ്ഡേറ്റ്സ് പറഞ്ഞു തന്ന നമ്മളെ സെക്രട്ടറി ബിനീഷ് സാറിനും, പ്രസിഡന്റ് നമ്മളെ ബാരിസ് സാറിനും, അതുപോലെ ഈ മീറ്റിംഗ് വളരെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്ത നമ്മളെ MCA നിന്ന നമ്മളെ അനീഷ് സാറിനും, അതേപോലെ ടെക്നിക്കൽ സൈഡ് കൈകാര്യം ചെയ്ത നമ്മളെ രാജീവ് സാർ തുടങ്ങിയ എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. 2025 അവസാനിക്കുന്ന ഈ ഒരു അവസരത്തിൽ ഇനി കടന്നു വരുന്ന 2026 അതായത് നമ്മുടെ ഹൈറിച്ചുകാരുടെ ഒരു നല്ലൊരു വർഷമാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. അതോടൊപ്പം എല്ലാവർക്കും നല്ലൊരു പുതുവത്സരം ആശംസിച്ചുകൊണ്ട് ശുഭരാത്രി നേരുന്നതാണ്.